കർത്താവായ ഈശോയെ, അവിടുന്ന് അവതാരം ചെയ്ത ദൈവവചനമായി ഞങ്ങളുടെ ഒപ്പം വസിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കുകയും ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ അവിടുന്ന് തിരുമനസ്സാവുകയും ചെയ്തു. ദൈവിക രഹസ്യങ്ങൾ മാത്രമല്ല അവിടുന്ന് വെളിപ്പെടുത്തിയത്. വചനം അങ്ങയുടെ വാക്കുകൾ മാത്രമായിരുന്നില്ല, അങ്ങയെ തന്നെയാണ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. അവതാരം ചെയ്ത വചനമാകുന്ന മിശിഹായിലൂടെ ദൈവം തന്നെ പരിപൂർണമായും വെളിപ്പെടുത്താൻ തിരുമനസ്സായി. കർത്താവെ, അങ്ങയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ദൈവിക വെളിപാടിനെ ഓർത്ത് അങ്ങയെ ആരാധിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ അറിയാൻ തക്ക വിധം ദൈവത്തോട് ഒപ്പമായിരിക്കാൻ കഴിയുന്ന വിധത്തിൽ, അഥവാ ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ സംഭാഷണവും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുകയും ചെയ്തു. നല്ല ഈശോയെ, വലിയ തിരിച്ചറിവോടുകൂടെ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ ബഹുമാനിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ചെയ്ത വലിയ കാരുണ്യത്തെ നന്ദിയോടുകൂടെ അനുസ്മരിക്കുകയും ചെയ്യുന്നു. കർത്താവെ, തുറന്നുള്ള സമയത്ത് ദൈവവചനത്തെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം അങ്ങ് തന്നെയാണെന്നും വചനത്തെക്കുറിച്ചുള്ള ധാരണ അങ്ങയെക്കുറിച്ചുള്ള അറിവാണെന്നും ഞങ്ങളെ അവിടുന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തിരുവചനത്തോട് അഭേദ്യമായ ഒരു സ്നേഹത്തിൻ്റെ ബന്ധം ഞങ്ങളുണ്ടാകുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ. പരിശുദ്ധ മാതാവേ, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതിൻ്റെ മേൽ ഗാഠമായി ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ മറിയമേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. കർത്താവായ ഈശോയെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളെല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിന്ന് നമ്മുടെ പ്രബോധന പരമ്പരയുടെ 73ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു 2.5 വർഷത്തോളം മുൻപ് നമ്മൾ ആരംഭിച്ച പഠന പരമ്പരയുടെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കൂട്ടായ്മയായി നിലനിൽക്കുന്നു. കർത്താവിനെ അറിയാനും കർത്താവിനെ കേൾക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നു. അത് വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ് എന്ന് നിങ്ങൾക്കറിയാം, എനിക്ക് പറയാം. നമ്മൾ ഒത്തിരി നാളത്തെ പരിചയം കൊണ്ട് ഞാൻ പലപ്പോഴും പല സ്ഥലത്തൊക്കെ ഇങ്ങനെ ആളുകളെ കാണുമ്പം ഇങ്ങനെ ഒരുമിച്ച് ഒത്തിരി കാലമായി ബാല്യം മുതൽ ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ പോലെയാണ് പലപ്പോഴും ആളുകൾ നിങ്ങളെ കാണുമ്പോൾ ഒക്കെ പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. കാണുമ്പോൾ ഒത്തിരി സന്തോഷമൊക്കെയാണ്. ശരിക്കും അത് കർത്താവിനോടുള്ള സ്നേഹമാണ് എന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള 1-2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് ഇന്ന് ഒരു 4 കുഞ്ഞു കാര്യങ്ങൾ, ചെറുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യത്തിലല്ല ചെറുതെന്ന് പറഞ്ഞത്, അതിൻ്റെ ഷോർട്ടായിട്ട് പറയുന്ന ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, തിരുസഭ എങ്ങനെയാണ് വചനത്തെ കാണുന്നത്, ഏതുതരം ബഹുമാനമാണ് വചനത്തോട് തിരുസഭയ്ക്കുള്ളത് എന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, വിശുദ്ധ ലിഖിതങ്ങളുടെ തെറ്റില്ലായ്മയെക്കുറിച്ചുള്ള തിരുസഭയുടെ കാഴ്ചപ്പാട് എന്താണ്. മൂന്നാമത്തേത്, വചനം പഠിക്കുന്ന, വചനത്തിന് മേൽ ഗാഠമായി പഠിക്കുന്ന ആളുകൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. നാലാമത്തേത്, ദൈവശാസ്ത്രം പഠിക്കുകയോ അല്ലെങ്കിൽ ആ ഗവേഷണത്തിൽ ഏർപ്പെടുകയോ ചെയ്തിരിക്കുന്നവർ വചനത്തെ ഏത് വിധത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പ്രബോധനമാണ്. അടുത്തത്, വിശുദ്ധ ലിഖിത പാരായണം എങ്ങനെയാണ്, വചനം വായിക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗമാണ്. ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമുക്ക് പറഞ്ഞു തുടങ്ങി നോക്കാം. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവവർഗം എന്ന ഡോക്യുമെന്റിനെ നമ്മൾ ആരംഭിച്ചത് അതിൻ്റെ പദാനുപത ക്രമത്തിലല്ല. പകരം നമ്മൾ വചനം എന്ന് പറയുന്ന റിയാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു, ദൈവിക വെളിപാടിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു, സ്വാഭാവികമായി അതിനെ തുടർന്ന് പുതിയ നിയമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ പല വിധത്തിലാണ് നമ്മൾ ഈ ഡോക്യുമെന്റിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിൽ നമ്മൾ ആ ഡോക്യുമെന്റിന്റെ ആദ്യം മുതൽ ഒന്ന് ക്രമപ്പെടുത്തി ഒന്ന് സംസാരിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പ്രധാനമായും 21 മുതലുള്ള പാരഗ്രാഫുകളെ കുറിച്ചാണ്. അത് 6ാമത്തെ അധ്യായമാണ്. 21 മുതലുള്ള പാരഗ്രാഫുകൾ. അത് അതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ വായിച്ച് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പഠിക്കുന്നത് നല്ല രസമായിരിക്കും, അല്ലെ? ഡോക്യുമെന്റ് കേൾക്കാതെ നമുക്ക് എങ്ങനെയാണ് ഡോക്യുമെന്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നത്? തിരുസഭ പഠിപ്പിക്കുന്ന ആ വാക്കുകൾ അതിന്റെ തന്നെ തനിമയിൽ നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാനതിനെ വിശദീകരിക്കുമ്പോഴും അതിൻ്റെ ഭാഗങ്ങൾ ഉദ്ധരിക്കാനും അത് വായിക്കാനും ഉള്ള ശ്രദ്ധ ഞാൻ ചെലുത്താറുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് കൂടുതൽ വായിച്ചുകൊണ്ടാണ് കേൾക്കാൻ പോകുന്നത്. അത് തിരുസഭയ്ക്ക് വചനത്തോടുള്ള ബന്ധം എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. എന്ന് വെച്ചാൽ തിരുവചനത്തെ തിരുസഭ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു ഒരു 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 പുസ്തകമായിട്ട് കാണുവാണോ, അതോ വചനത്തെ ദൈവമായിട്ട് കാണുകയാണോ, ബൈബിളിനെ ദൈവമായിട്ട് കാണുകയാണോ, അതോ സഭയുടെ ആധാരമായ ഒരു പുസ്തകം, ഒരു മാനിഫെസ്റ്റോ പോലെ അങ്ങനെയാണോ വചനത്തെ കാണുന്നത്? എന്തുമാത്രം ആദരവുണ്ട് എന്ന് തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്.
അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ലിഖിതങ്ങൾ കർത്താവിന്റെ ശരീരം പോലെ തന്നെ സഭയിൽ ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ 6-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അതായത് വചനം തിരുസഭയിൽ ആദരിക്കപ്പെട്ടിട്ടുള്ളത് ചുമ്മാ ഒരു പുസ്തകം പോലെയല്ല, കർത്താവിന്റെ ജീവചരിത്രം പോലെയല്ല, ഒരു മാന്ത്രിക ഗ്രന്ഥം പോലെയല്ല, അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിംസ് ഒക്കെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അവരുടെ വിശുദ്ധ എന്ന് വിളിക്കുന്ന അവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് അവർ വിളിക്കുന്ന പുസ്തകത്തെയൊക്കെ അവർ കാണുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ഒരു ഗ്രന്ഥം, അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക, അതിനുവേണ്ടിയുള്ള ഒരു പുസ്തകം എന്ന മട്ടിലാണ്. എന്നാൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഭാഗങ്ങൾ ഉണ്ടാകാമെങ്കിലും തിരുസഭ വചനത്തെ കാണുന്നത് മിശിഹായുടെ ശരീരത്തെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മിശിഹായുടെ ശരീരമായിട്ട് തന്നെ, മിശിഹായുടെ ശരീരത്തെ എങ്ങനെ ആദരിക്കുന്നോ അതേ ആദരവ്, സെയിം റെസ്പെക്റ്റ് ആണ് തിരുവചനത്തിന്, വിശുദ്ധ ഗ്രന്ഥത്തിന് തിരുസഭ കൊടുക്കുന്നത്. അത് നല്ല ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, നമ്മുടെ ഒരു വിശ്വാസ ബോധ്യങ്ങളുടെ അടിത്തറയാകേണ്ട കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അത് മിശിഹായുടെ ശരീരത്തെ തിരുസഭ എങ്ങനെ ആദരിക്കുന്നോ അതുപോലെ തന്നെ തിരുവചനത്തെയും തിരുസഭ ആദരിക്കുന്നുവെന്ന്. ഇനി ആദ്യം പറയേണ്ട കാര്യം എന്താണ്? എങ്ങനെയാണ് മിശിഹായുടെ ശരീരത്തെ തിരുസഭ ആദരിക്കുന്നത്? അതിനു മുമ്പ് മിശിഹായുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഈശോ കുരിശിൽ കിടന്ന ശരീരം എന്ന് തോന്നാനുള്ള ചെറിയ സാധ്യതയുണ്ട്. ഈശോയുടെ ശരീരം, കുരിശിൽ കിടക്കുന്ന ഈശോയുടെ ശരീരം എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെയും അപ്പുറത്ത് ഇത്രയും നാളത്തെ ക്ലാസ്സുകളിലൂടെയൊക്കെ കടന്നുപോയ വരുന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിയേണ്ട, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ് ക്രിസ്തുവിന്റെ ശരീരം എന്നാണ്. ഈശോയുടെ ശരീരത്തെ എന്നതുപോലെ എന്ന് രണ്ട് കാര്യങ്ങളെയാണ് മിശിഹായുടെ ശരീരം എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, തിരുസഭ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് വിശുദ്ധ കുർബാനയാണ്. അതായത് ഉദ്ധിതനായ മിശിഹ തന്റെ പരിപൂർണ വ്യക്തിത്വത്തിൽ സന്നിഹിതനാകുന്ന, അവിടുത്തെ വ്യക്തിത്വത്തിൽ സന്നിഹിതമാകുന്നു എന്ന് പറയുന്നത് എല്ലാം ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈശോ പൂർണ്ണനായി സന്നിഹിതനായിരിക്കുന്ന എന്നാണ് അതിന്റെ അർത്ഥം. ആയിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് തന്റെ തന്നെ ശരീരമാണ് എന്ന് പ്രഖ്യാപിച്ച, തന്റെ ശരീരമായി പരിവർത്തനപ്പെടുത്തിയ, ഒരേ സമയം ബലിവസ്തുവും ബലിയർപ്പകനുമായ അവിടുത്തെ ശരീരം, അത് വിശുദ്ധ കുർബാനയാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ ആദരവിനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കിക്കേ. വിശുദ്ധ കുർബാനയെ നമ്മൾ ആദരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് 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 റെക്കോൾ ചെയ്ത് നോക്കിക്കേ. നമ്മൾ കുർബാന സ്വീകരിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ഒരു ക്ലാസ്സിലൊക്കെ ഒരാൾ ചോദിക്കുകയും ചെയ്തു, എങ്ങനെ കുർബാന സ്വീകരിക്കുന്നതാണ്? കയ്യിൽ സ്വീകരിക്കുന്നതാണോ? അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് ഏറ്റവും ഉചിതമായിരിക്കുന്നത് എങ്ങനെയാണ്? എന്തുമാത്രം ആദരവോടുകൂടെ സ്വീകരിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചോദിക്കുക പോലും ചെയ്തില്ലേ. അപ്പോൾ വിശുദ്ധ കുർബാനയോട് വലിയ ആദരവ് നമുക്കുണ്ട്. കാരണം നമുക്ക് നല്ല വ്യക്തതയുള്ള തിരിച്ചറിവുണ്ട്, അത് ഈശോയുടെ ശരീരമാണ്, അത് ഈശോ തന്നെയാണത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇനി അതുപോലെ തന്നെ തിരുസഭ ക്രിസ്തുവിന്റെ ശരീരം, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് കൂടുതൽ തവണ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം, അത് ആ ശരീരം, ക്രിസ്തു ശരീരം, ആ അദൃശ്യ ശരീരം, അത് ദൃശ്യമായി നമുക്ക് ലഭ്യമാകുന്ന അവസ്ഥയിൽ അത് പരിശുദ്ധ സഭയാണ് എന്നതാണ്. തിരുസഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ സജീവ അവയവങ്ങളുമാണ് എന്ന് വചനം പഠിപ്പിക്കും. അത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്, പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയും. പരിശുദ്ധ മാമോദീസയിലൂടെ മിശിഹായുടെ ഗാത്രത്തോട് ഒട്ടിച്ചേർക്കപ്പെട്ട് അവിടുന്ന് കിളിർത്തു വരുന്ന ഒരു മുകുളം പോലെ ഓരോ അവയവവും, ഓരോ വ്യക്തിയും. ഇനി ആ വ്യക്തി പരിപോഷിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആ തായ്തണ്ടിൽ നിന്നുള്ള ജലവും വളവും സ്വീകരിച്ചാണ്. അഥവാ തായ്തണ്ടിൽ എന്തൊഴുകുന്നോ അത് ഈ ശാഖയിലേക്ക് ഒഴുകിയാണ് ശാഖ നിലനിൽക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒട്ടിച്ചേർക്കുകയും, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിന്റെ ശാഖകളുമാണ് എന്ന് പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് വീണ്ടും 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 വിശദീകരിച്ചുകൊണ്ടിരുന്നതും. അപ്പോൾ അങ്ങനെ ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാകുന്ന നമ്മളും കൂടെ കൂടി ചേരുന്നതാണ് ഈ സഭാഗാത്രം. ഇത് വിശുദ്ധ കുർബാന പോലെ തന്നെയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ഭൗതിക മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു 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 മേഖലയുണ്ടല്ലോ, അതിന്റെ ബ്രെഡ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ വെള്ള നിറം, അതിന്റെ ഒരു വേഫർ പോലത്തെ ഒരു സ്വഭാവം, നമുക്ക് തൊടുകയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു രൂപം ഒക്കെ അതിനുണ്ട്. അതിന്റെ ദൃശ്യഭാവമാണ്. എന്നാൽ ആ ദൃശ്യഭാവത്തിൽ ഒതുങ്ങുന്നതല്ലാതെ എന്ന് നമുക്കറിയാം. അതിന്റെ ദൃശ്യഭാവം എന്ന് പറയുന്നത് അത്രമാത്രം പരിഗണിക്കപ്പെടേണ്ടത് പോലും അല്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്നൊക്കെ നമുക്കറിയാലോ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ, യൂക്കറിസ്റ്റിക് മിറക്കിൾസ് എന്ന് വിളിക്കുന്ന ആ ഗോതമ്പത്തിന്റെ രൂപസാദൃശ്യത്തിലായിരിക്കുന്ന ക്രിസ്തു ശരീരം ഒരു മാംസത്തിന്റെ രൂപസാദൃശ്യത്തിലേക്ക് മാറുന്ന ഒരു മൈനർ മിറക്കിളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ ഓർത്ത് നോക്കുക. കാരണം എന്താണ്? ഇത് ഈശോയുടെ ശരീരമാകുന്നിടത്തോളം വലുതല്ലോ. അപ്പത്തിന്റെ രൂപവും ഭാവവും നിറവും ഗുണവും മണവും ഒക്കെ ഒന്ന് മാറുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള ചേഞ്ചുകൾ പോലും അത്ര പ്രസക്തമല്ലാതിരിക്കാൻ കാരണം അത് ഈശോയുടെ ശരീരമായി തീരുന്നു എന്നുള്ള സത്യം അതിനു മുമ്പിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അദൃശ്യമായ ശരീരം
വളരെ പ്രധാനപ്പെട്ടതാണ് അദൃശ്യമായ ശരീരം. എന്നാൽ അതിന് ദൃശ്യമായ രൂപങ്ങളുണ്ട്, രൂപഭാവങ്ങളുണ്ട് താൻ. എന്നതുപോലെ തന്നെ തിരുസഭയും അത് ദൃശ്യമാണ്, അതേസമയം തന്നെ അദൃശ്യമായ അഭൗമികമായ ഘടകങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ചൈതന്യമുണ്ടെന്നൊന്നുമല്ല, അത് ക്രിസ്തു ഗാത്രം തന്നെയാണ്. വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരമായിരിക്കുന്നത് പോലെ തന്നെ അതേ ഉത്ഥിതനായ മിശിഹ സന്നിഹിതനായിരിക്കുന്ന തിരുസഭ, അഥവാ ആ വിശുദ്ധ കുർബാന പങ്കുവയ്ക്കപ്പെട്ട് അത് സ്വീകരിച്ച ആളുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന തിരുസഭ, അത് ഈശോയുടെ മഹത്വീകൃത ഉത്ഥിത ശരീരമാണ്. എന്നാൽ അതിന് ഒരപ്പത്തിന് ബ്രെഡിന്റെ പാർട്ടിക്കിൾസ് ഉള്ളതുപോലെ മനുഷ്യ വ്യക്തികളുടെ സാന്നിധ്യവും ഈ ഭൗമിക പ്രസൻസും അതിനുണ്ട് താനും. അപ്പൊ അങ്ങനെ ഭൗമികവും അഭൗമികവുമായ മേഖലകൾ ഒരുമിച്ച് ചേർന്ന ക്രിസ്തു ശരീരമാണ് തിരുസഭയും. ഇനി എന്തിനാ എത്ര വിശദീകരിച്ച് പറഞ്ഞത്? ഇതിന് സമാനമായിട്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ തിരുസഭ എക്കാലവും പരിഗണിച്ചു പോന്നിരുന്നത് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് തുല്യമായി, വിശുദ്ധ സഭയ്ക്ക്, പരിശുദ്ധ സഭയ്ക്ക് തുല്യമായി വിശുദ്ധ ഗ്രന്ഥത്തെയും തിരുസഭ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമുക്കൊരു തിരിച്ചറിവുണ്ടാകേണ്ട കാര്യം. എന്ന് പറഞ്ഞാൽ അത് രണ്ട് മേഖലയിലാണ്. ഒന്ന്, ഈ ഗ്രന്ഥത്തെ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ വിശുദ്ധ ഗ്രന്ഥത്തെ കൈകാര്യം ചെയ്യുന്ന വിധത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോഴൊക്കെ ചില ആളുകൾ വിശുദ്ധ ഗ്രന്ഥത്തെയൊക്കെ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ ഇട്ടേക്കുന്നതാണ്. അതിനകത്ത് റേഷൻ കാർഡ് വരെ വെക്കുമായിരുന്നു പണ്ടൊക്കെ അച്ഛന്മാര് പള്ളിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെ? ചിലരൊക്കെ ഇങ്ങനെ പണ്ടത്തെ കാലം, ആ കാലം വല്ലാതെ മാറിപ്പോയി. പണ്ട് കാലത്ത് ഇങ്ങനെ എന്തെല്ലാം തമാശകൾ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. അതായത് ഉപ്പുമാങ്ങ ഭരണിയൊക്കെ മൂടി വെക്കാൻ വേണ്ടിയൊക്കെ ചിലര് ഈ ബൈബിൾ ഉപയോഗിക്കുന്നതെന്നും, അതുപോലെ ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി അമ്മച്ചി കിട്ടുന്ന ഇച്ചിരി പൈസയൊക്കെ ആരും തുറക്കുകയല്ലോ, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ബൈബിളിനകത്ത് ഇച്ചിരി പൈസ കിട്ടുന്നതൊക്കെ സൂക്ഷിച്ചു വെക്കായിരുന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ധാരാളം ഇങ്ങനെ അവരെ കറക്റ്റ് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ആ കാലമൊക്കെ പോയി. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മഹത്വവും ഒക്കെ ആളുകൾക്കറിയാം. ആളുകൾ വചനത്തെ കാര്യമായി വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ മലയാളികളുടെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എന്ന് പറയാം, പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വചനം പകർത്തി എഴുതിപ്പോലും പഠിക്കാനും അതിനോടൊരു ആഭിമുഖ്യം വളർത്താനും ഒക്കെ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. വചനം അറിയാവുന്ന, അതിന്റെ ആന്തരികാർത്ഥങ്ങൾ അറിയാവുന്ന, സ്ക്രിപ്ചറൽ തിയോളജി ഒക്കെ അറിയാവുന്ന ആളുകളുടെ എണ്ണവും ഒത്തിരി വർദ്ധിച്ചുകൊണ്ട് ആ കാലമൊക്കെ കടന്നുപോയി. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഒരു ശ്രദ്ധയുടെ മേഖലയായിരിക്കണം അതെന്ന് ഒന്നാമത് സൂചിപ്പിക്കണം. എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പോലും ഒരു സ്ഥലത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ കണ്ണി കണ്ടതിന്റെ എല്ലാം കൂടെ പൂർത്തി വാരിയിട്ട് വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുപോകാൻ ഇടവരരുത്. അതുപോലെ മേശപ്പുറത്ത് വെച്ചേക്കാണ്, ഞാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. അതിന്റെ മുകളിൽ ഒന്നും വെക്കാൻ സമ്മതിക്കരുത്. ചിലപ്പോൾ ക്യാരലൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെച്ച് എഴുതാൻ നേരത്തൊക്കെ ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ അപ്പം തന്നെ അതിനെ തിരുത്തും. അത് നമ്മൾ ബോധപൂർവ്വം തിരുത്തുന്നതാണ്. അവർക്ക് ഒഫൻഡഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യം പോലില്ല. കാരണം അത് ക്രിസ്തുവിന്റെ ശരീരത്തെ എന്നതുപോലെ തിരുസഭ ആദരിക്കുന്ന ഒരു കാര്യത്തെ എനിക്ക് ചുമ്മാ ഒരു ചെറിയൊരു വിലയ്ക്ക് എനിക്ക് മേടിക്കാൻ കിട്ടി എന്നതുകൊണ്ടോ, അല്ലെ ഇത് കേടായിപ്പോയി എനിക്ക് പുതിയ ഒരെണ്ണം മേടിക്കാൻ പറ്റും എന്നുള്ള ധൈര്യത്താലോ കൈകാര്യം ചെയ്യേണ്ടതല്ല. അത് അതിന് മാത്രം വലിയ ആദരവോടെ, സ്നേഹത്തോടെ, കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓരോ തവണ എടുക്കുമ്പോഴും അത് ചുംബിച്ച് സ്നേഹപൂർവ്വം തുറക്കുകയും, എന്നിട്ട് ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളൊരു വിശുദ്ധയുടെ തിരുശേഷിപ്പ് ഉണ്ടെങ്കിൽ പോലും, എന്തുമാത്രം ഒരു വിശുദ്ധന്റെ തിരുശേഷിപ്പ് ഉണ്ടെങ്കിൽ പോലും എന്തോരം ബഹുമാനത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യും. അല്ലാതെ ചുമ്മാ എവിടെയെങ്കിലും കൊണ്ടിട്ടേക്കും, അത് വലിയ ഭക്തിയോടെ എടുത്ത് ഒഴിച്ച് എന്തിനു വെറുതെ കാരണവന്മാർ, മരിച്ചുപോയ കാരണവന്മാരുടെ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളാണെപ്പോലും നമ്മൾ എന്തോരം ആദരവോടെ സൂക്ഷിക്കും. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ 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 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് ഇരട്ടി ആദരവോടുകൂടെ വിശുദ്ധ ഗ്രന്ഥം എന്ന ഗ്രന്ഥത്തെ തന്നെ, അതായത് ഇതൊരു ഭൗതികമായ ഈ പുസ്തകത്തെ തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് ആദ്യം വിശുദ്ധ ഗ്രന്ഥത്തിന് കൊടുക്കുന്ന ബഹുമാനം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ ഓർക്കേണ്ടത്. അതിന്റെ അർത്ഥം നമ്മൾ തൊടാതിരിക്കണം എന്നല്ല, നമ്മൾ എടുക്കുകയും വായിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷെ അതെപ്പോഴും വലിയ ബഹുമാനത്തോടെ ഒരാൾ കൊടുക്കുകയാണെങ്കിലും ഒക്കെ അതിന്റെ ബഹുമാനത്തോടെ. കുഞ്ഞുമ കൊടുക്കുമ്പോഴത്തെ ബൈബിളും തന്നെന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥമാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്ക്. അല്ലെങ്കിൽ ഇത് മിശിഹായുടെ തന്നെ സാന്നിധ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഒരു ഓർമ്മപ്പെടുത്തലൊക്കെ അതിനകത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബൈബിൾ, അതുപോലെ നമുക്കതിന്റെ അത് 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 ഓർക്കാവുന്ന മേഖലകളെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരു ദേവാലയത്തിൽ പോകുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ചെയ്യാവുന്നൊരു കാര്യം നിങ്ങളോട് പറയാം. ഞങ്ങൾ എല്ലാവരും ബൈബിൾ വായിക്കുന്ന സമയത്ത്, ലേഖനം വായിക്കുന്ന സമയത്ത് വിശുദ്ധ ഗ്രന്ഥം കൂടെ എല്ലാവരും തുറന്ന് അതിനകത്ത് നോക്കിക്കൊണ്ടാണ് പങ്കെടുക്കുന്നവരെല്ലാവരും ആ വചന പ്രഘോഷണം ശ്രവിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ? നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ എന്തെല്ലാം സാധനമുണ്ട്. മിക്ക ആളുകളും ബാഗൊക്കെ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ആകെ കൂടി പുരുഷന്മാരായിരിക്കും ചിലപ്പോൾ ചുമ്മാ ഒന്ന് കൈവീശിയൊക്കെ പോകുന്നത്. പക്ഷെ നമുക്ക് ഒരു ചെറിയൊരു ബാഗ് ഉണ്ടായിരിക്കുകയും, പള്ളിയിൽ പോകാൻ വേണ്ടി ഒരു ബാഗ് ഉണ്ടായിരിക്കുന്നു, അതിനകത്തൊരു വിശുദ്ധ കുർബാന പുസ്തകവും ഒരു വിശുദ്ധ ഗ്രന്ഥവും ഒരു ബൈബിളും ഒരു ജപമാലയും ഉണ്ടായിരിക്കുന്ന ഒരു കുഞ്ഞു ബാഗ് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? നമ്മൾ പോകുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു കിറ്റുമായിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കി.
അത് ആദ്യം ആൾക്കാർ കാണുമ്പോൾ ഇയാൾ വലിയ ഭക്തനാണല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്നിട്ട് വചനമൊക്കെ വായിക്കുന്ന സമയത്ത് കേൾക്കുകയും കാണുകയും, അപ്പോസ്തലന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത് പോലെ തന്നെ ഞങ്ങൾ കണ്ടറിഞ്ഞതും കേട്ടതും തൊട്ടറിഞ്ഞതുമായ വചനത്തെയാണ്, മിശിഹായാണ് പ്രഘോഷിക്കുന്നത് എന്നാണല്ലോ അവർ പറയുന്നത്. അതുപോലെ നമ്മൾ കണ്ട് കേട്ട് തൊട്ടറിയുന്ന വചനം അത് ഭയങ്കരമായ പരിവർത്തനം നമ്മളിൽ ഉണ്ടാക്കും. നമുക്ക് പലപ്പോഴും നമുക്ക് ഒത്തിരി വചനഭാഗങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് വേഗമായിട്ടാണ് അറിയാവുന്നത്. അങ്ങനെ എന്തോ പറഞ്ഞിട്ടില്ലേ ബൈബിളിൽ, അങ്ങനെയല്ലേ എന്നൊക്കെ ആളുകൾ സംസാരിക്കുന്ന കേട്ടോ. അതിന്റെ കാരണം എന്താ? കേൾക്കുക മാത്രമേ ചെയ്യുന്നത്. കേട്ട് കഴിയുമ്പോൾ എന്തോ ഒരു ധാരണ, ഇങ്ങനെ എന്തോ ഒരു കാര്യം ബൈബിളിലുണ്ട് എന്നായിരിക്കും അറിയാവുന്നത്. എന്നാൽ അത് വായിച്ചും കൂടെ നോക്കുകയാണെങ്കിലും, ഇത് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് ഞാൻ വളരെ ശക്തമായി റെക്കമെൻഡ് ചെയ്യാം. നമ്മുടെ ഭവനങ്ങളിൽ നിന്നൊക്കെ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോലെ നമുക്കിന്ന് വളരെ സുലഭമായി അന്നത്തെ റീഡിങ് കിട്ടും. പണ്ടൊക്കെയാണ് അവിടെ ചെന്നിട്ട് അതിന്റെ പഞ്ചാംഗം കിട്ടിയാലേ നമുക്ക് അറിയാമായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമുക്കത് വളരെ സുലഭമാണ്. വെറുതെ നമ്മൾ POCയുടെ ബൈബിൾ ആപ്പ് നമുക്ക് ഏതൊരു ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ആപ്പിനകത്ത് പോലും ഇന്നത്തെ റീഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് സിറോമൻ പറഞ്ഞാണെങ്കിൽ ആ റീഡിങ് എടുക്കുന്നു, അതിനകത്ത് ഏതാ ഭാഗം എന്ന് വായിക്കുന്നു. പള്ളിയിൽ ഇറങ്ങുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് തന്നെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പോയിരുന്ന ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചിട്ട് ആ കുടുംബം ഒരുമിച്ചെന്ന് പോയാൽ എന്ത് മനോഹരമായിരിക്കും ഓർത്ത് നോക്കി. ആ പോകുന്ന വഴിക്ക് അവർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും. അങ്ങനെ ആലോചിക്കും, ഇന്ന് അച്ഛൻ എന്തായിരിക്കും ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഊഹങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ചെന്ന് കേൾക്കുമ്പോൾ അതിന് ഭയങ്കര പുതുമയൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇന്ന് എന്തായിരിക്കും അച്ഛൻ പറയാൻ പോകുന്നത് എന്നൊക്കെ എല്ലാവരും ചർച്ച ചെയ്യും. എന്നിട്ട് അവിടെ പോയിട്ട് ആ കൂട്ടത്തിലുള്ള ഞാൻ തന്നെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ പുതിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ അതൊരു ഭയങ്കര കൗതുകമാണ്. പിന്നെ ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കും. അത് ഈ വചനത്തോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ്. ചുമ്മാ അവിടെ ചെല്ലുന്നു, എന്തോ വായിക്കുന്നു, ഞാൻ കേട്ടു, എന്തോ കേട്ടു. ഇനി ഈ ആദരവ് വചനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പുസ്തകത്തോടുണ്ടാകണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അതെങ്ങനെയാണ്? ഇത് ചുമ്മാ ഒരു പുസ്തകവും കടലാസും അതിലെ മഷിയും അല്ലേ എന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ്, മഷിയും കടലാസും തന്നെയാണ്. പക്ഷേ ഇതിൽ ബൈബിൾ പ്രിന്റ് ചെയ്യുകയും ഇത് ബൈൻഡ് ചെയ്ത് പൂർത്തിയാകുകയും ചെയ്യുന്ന സമയം മുതൽ അത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോയി വെഞ്ചരിച്ച് കഴിയുമ്പോഴല്ല വിശുദ്ധ ഗ്രന്ഥമാകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുപോയി വെഞ്ചരിച്ച് കഴിയുമ്പോൾ, അതുകൊണ്ട് തന്നെ ബൈബിൾ വെഞ്ചരിക്കാൻ കൊണ്ടുപോകേണ്ടതില്ല. ബൈബിൾ ഒരിക്കലും വെഞ്ചരിക്കാൻ കൊണ്ടുപോകരുത്. ഞാൻ പുതിയ ബൈബിൾ ഓടിച്ചാൽ ഒന്ന് വെഞ്ചരിച്ചതായോ എന്ന് പറയേണ്ടതില്ല. ഇത് ബൈബിൾ ആയിത്തീരുന്നതോടുകൂടെ, അതങ്ങനെ ബൈൻഡ് ചെയ്ത് ഒന്നായി തീരുന്നതോടുകൂടെ തന്നെ അത് വിശുദ്ധ ഗ്രന്ഥമായി കഴിഞ്ഞു. പിന്നീട് അതിന്റെ മേലൊരു ആശീർവാദത്തിന്റെ ആവശ്യമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിച്ചാൽ മതി, വിശുദ്ധ ഗ്രന്ഥത്തെ ആശീർവദിക്കേണ്ട കാര്യമില്ല. ഇനി അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാറുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, കാഴ്ച സമർപ്പണത്തിനൊക്കെ വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുപോയി സമർപ്പണത്തിന് വെക്കുന്നത് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പരിപാടിയാണ്, അപ്പോൾ എല്ലാവരും കാഴ്ച വസ്തുക്കളൊക്കെ സമർപ്പിക്കുന്നു. അപ്പൊ പലപ്പോഴും ചില കൊണ്ടുവന്നിട്ടുണ്ടാവും, ചിലപ്പോൾ പള്ളിയിൽ ചില സാധനങ്ങൾ, ഇപ്പോൾ കുർബാനയ്ക്ക് ഉപയോഗിക്കാനുള്ള ഓസ്തി, വീഞ്ഞ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നു. പള്ളിക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നു, ചില പൈസയായിട്ട് സമർപ്പിക്കുന്നു. അതൊക്കെ ഓക്കെയാണ്. ചിലപ്പം ഇതിങ്ങനെ എല്ലാം കൂടെ തികഞ്ഞു വരാത്തപ്പോൾ ഇനിയിപ്പോ എന്ത് എന്നാലോചിക്കും. എന്നാൽ ഒരാൾ ബൈബിളും കൂടെ സമർപ്പിക്കട്ടെ എന്ന് വിചാരിക്കാനുള്ള സാധ്യത ഇല്ല, അതില്ല എന്ന് നിങ്ങൾക്കറിയാലോ. എന്താണ് അതിന്റെ കുഴപ്പം? അതിന്റെ കുഴപ്പം ഇതാണ്, വിശുദ്ധ ഗ്രന്ഥം അത് കർത്താവ് നമ്മോട് സംസാരിച്ചതാണ്. അഥവാ അവിടുന്ന് തന്നെ നമുക്ക് നൽകിയതാണ്. അവിടുന്ന് തന്നെ നമുക്ക് നൽകിയതാണ്. നമ്മൾ അതുകൊണ്ട് തിരിച്ചു കൊടുക്കണ്ട. നമ്മൾ അതുകൊണ്ട് പോയിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ, കർത്താവ് എടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കണ്ട. നമ്മുടെ അധ്വാനത്തിന്റെ ഫലങ്ങളാണല്ലോ നമ്മൾ കാഴ്ചയായി അർപ്പിക്കേണ്ടത്. നമ്മൾ എടുത്ത വിളവ്, നമ്മുടെ അധ്വാനത്തിന്റെ പങ്ക്, നമ്മൾ സമ്പാദിച്ച സമ്പത്തിന്റെ പങ്ക്, ഇതൊക്കെയാണ് കർത്താവിന് കൊണ്ടുപോയി സമർപ്പിക്കേണ്ടത്. അല്ലാണ്ട് ദൈവം നമുക്കായി നൽകിയ വചനത്തെ തിരിച്ചു കൊണ്ട് കൊടുത്ത് താങ്ക് യു പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു കോമൺ സെൻസ്. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗങ്ങളാണ്. ഇനി അത് സൂക്ഷിക്കേണ്ട ഇടം, വിശുദ്ധ ഗ്രന്ഥം ഏറ്റവും പരിഭാവനമായ സ്ഥലത്ത് സൂക്ഷിക്കാൻ, രൂപക്കൂടൊക്കെയുള്ള അങ്ങനത്തെ സ്ഥലത്ത് സൂക്ഷിക്കാൻ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക എന്നാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അതിന്റെ അപ്പുറത്താണ് ഇനി രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം. അത് വചനത്തിന്റെ സംഗ്രഹത്തെ മിശിഹായായിട്ട് തന്നെ സ്വീകരിക്കണം എന്നാണ് ഈ ആദരവിന്റെ രണ്ടാമത്. ക്രിസ്തു ശരീരം പോലെ തന്നെ സഭ ആദരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വണങ്ങുക, ബഹുമാനിച്ചു, തൊട്ടുമുത്തിയിരുന്നു എന്നുള്ള ബാഹ്യമായ കാര്യത്തിലല്ല. അതിന്റെ കണ്ടന്റിനെ മിശിഹായുടെ ശരീരമാണ് എന്നവർ ബോധ്യപ്പെട്ടിരുന്നു. അതായത് വചനത്തിൽ സംലഭ്യമാകുന്നത്, അഥവാ വചനത്തിന്റെ സന്ദേശം, വചനത്തിലൂടെ പ്രതിപാദിക്കപ്പെടുന്നത്, വചനത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, വചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത്, അതൊരു വായനാ വിഷയമല്ല, അത് മിശിഹ തന്നെയാണ്, അവിടുത്തെ ശരീരം തന്നെയാണ് എന്നതാണ്.
ഇനി അവിടുത്തെ ശരീരം എന്ന് പറയുമ്പം ഒരു മാംസത്തെക്കുറിച്ചല്ല പറയുന്നത്. മിശിഹ എന്നാണ് ശരീരത്തിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ശരീരവും എന്ന് വേർതിരിച്ച് പറയേണ്ടതില്ലല്ലോ. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത് ഞാനാണ്. ആ ശരീരത്തിലാണ് ആത്മാവ് വസിക്കുന്നത്, ആ ശരീരത്തിലാണ് ജീവൻ വസിക്കുന്നത്, ആ ശരീരത്തിലാണ് ഞാനായിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ മൊത്തത്തിൽ ശരീരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ എന്ന് ആണ് അർത്ഥമാക്കുന്നത്. ആ അർത്ഥത്തിലാണ് ക്രിസ്തു ശരീരം എന്നൊക്കെ അർത്ഥമാക്കുന്നത്. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയില്ലേ? വിശുദ്ധ കുർബാനയെ കുറിച്ച് പോലുള്ള തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. വിശുദ്ധ കുർബാനയെ പോലും ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അത് ഒരു കഷ്ണം മാംസം എന്നാണ്. അങ്ങനെയല്ല. ഒരു കഷ്ണം മാംസവും ഒരു തുള്ളി രക്തവും എന്ന് തെറ്റിദ്ധരിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയല്ല. പകരം അത് മിശിഹായാണ് എന്നാണ് അതിന്റെ അർത്ഥം. ശരീരമാണ് എന്ന് പറഞ്ഞാൽ മിശിഹ വസിക്കുന്ന, അവിടുത്തെ ആത്മാവ് വസിക്കുന്ന, അവിടുത്തെ ജീവൻ തുടിക്കുന്ന അവിടുന്ന് തന്നെയാണ് അത് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് മിശിഹ എന്ന വ്യക്തിയാണ് വിശുദ്ധ കുർബാനയിൽ സമ്പൂർണ്ണനായിരിക്കുന്നത്. മിശിഹ എന്ന വ്യക്തിയാണ് തിരുസഭയിൽ സമ്പൂർണ്ണമായിരിക്കുന്നത്. മിശിഹ എന്ന വ്യക്തിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് മിശിഹായുടെ ശരീരത്തെ എന്നതുപോലെ തന്നെ തിരുസഭ എക്കാലവും വചനത്തെ, എഴുതപ്പെട്ട വചനത്തെ, സ്ക്രിപ്ചറിനെ ബഹുമാനിച്ചിരുന്നുവെന്ന് തിരുസഭ പഠിപ്പിക്കും. ഇനി അത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, മിശിഹായുടെ ശരീരത്തെ എന്ന പോലെ ബഹുമാനിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മിശിഹായുടെ ശരീരം എഴുതപ്പെട്ട വചനത്തിൽ മാത്രമാണ് എന്നതിനർത്ഥമില്ല. ഞാനത് നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എഴുതപ്പെട്ട വചനം അതിന്റെ ഒരു ഭാഗമാണ്. അതായത് ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാകുന്ന സഭാ പാരമ്പര്യത്തിലും സഭാ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്ന വചനത്തെ രേഖപ്പെടുത്തിയതാണ് ബൈബിൾ. അതായത് റെവലേഷൻ എന്ന് പറയുന്ന വൈഡ് പെർസ്പെക്റ്റീവിന്റെ അല്ലെങ്കിൽ വികസിത വലിയ യാഥാർത്ഥ്യത്തിന്റെ ഉള്ളിലുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം സ്വാഭാവികമായും പൂർണ്ണമായും മിശിഹായുടെ ശരീരമാണ്. എന്നാൽ അത് മാത്രമല്ല താനും. വചനം അതിൽ ബൈബിളിൽ മാത്രമല്ല ഉള്ളത്. പക്ഷെ ബൈബിൾ വചനമാണ്. വചനം ബൈബിൾ മാത്രമല്ല, പക്ഷെ ബൈബിൾ വചനമാണ്. ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. വചനം എന്ന് പറയുന്നത് ബൈബിൾ മാത്രമല്ല, സഭയുടെ പാരമ്പര്യവും സഭയുടെ ജീവിതവും എല്ലാം കൂടെ കൂടുന്നതാണ് വചനം. എന്നാൽ ബൈബിൾ വചനം തന്നെയാണ്. ബൈബിൾ പരിപൂർണമായും വചനമാണ്. അതുകൊണ്ട് ബൈബിളിനെ വിശുദ്ധ ഗ്രന്ഥമായി കാണണം എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ചൊരു വാക്കുകൂടി കൂടുതൽ പറയട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സന്ദേശത്തെ മിശിഹായുടെ ഗാത്രമായി തന്നെ, മിശിഹായിട്ട് തന്നെ സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ അതിനെ വല്ലാതെ വ്യാഖ്യാനിച്ച് ഒരു 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 സാഹിത്യരൂപമായിട്ട് അവതരിപ്പിക്കരുത് എന്നാണ് അതിന്റെ ഒരു ധ്വനി. എന്ന് വെച്ചാൽ ചരിത്രത്തിന് ഇന്ന കോണ്ടെക്സ്റ്റിൽ അന്നത്തെ കാഴ്ചപ്പാട് ഇങ്ങനെ ആയിരുന്നുകൊണ്ട് ബൈബിൾ അങ്ങനെ രേഖപ്പെടുത്തിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന മട്ടിലൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പല ടു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയാ ടെക്നിക്കലായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ക്രിസ്തു ശരീരം എന്നതിന്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ പുറകിലേക്ക് മാറ്റി നിർത്തും. അതൊരു ഒരു 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 പ്രത്യേകതരം പുസ്തകം പോലെയോ നമ്മൾ വ്യാഖ്യാനിച്ച് ശരിയാക്കുന്ന ഒരു പുസ്തകം പോലെയോ ഒക്കെ കണക്കാക്കാനുള്ള സാധ്യതയുണ്ട്. പലതരത്തിലുള്ള മിനിമലൈസ്ഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ പിശാച് ബാധയെ ഒഴിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെയാന്ന് ചോദിച്ചു. അപ്പൊ അതിനെ വളരെ ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു മോഡേൺ സൈക്കോളജിയുടെ ഒക്കെ പെർസ്പെക്റ്റീവിൽ അത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ആളുകൾക്ക് അതിനെ വലിയ വിവരമില്ലാത്തതുകൊണ്ട് അവരതിനെ പിശാച് ബാധയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈശോ പിന്നെ സാരമില്ല, അതിപ്പോ അങ്ങനെ വിശ്വസിക്കുന്ന അങ്ങനെ വിശ്വസിച്ചോട്ടെ, നമ്മളിപ്പോ തിരുത്താനൊന്നും പോകേണ്ടതില്ല എന്ന മട്ടിൽ അങ്ങ് അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ പിന്നീട് നമുക്ക് സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്താൽ മനസ്സിലായി ആദ്യമായി എപ്പിലെപ്സി ആയിരുന്നു അല്ലെ ഇതായിരുന്നു എന്ന മട്ടിലൊക്കെ വചനത്തെ തീർത്തും ഭൗതികമായി വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ടാവും. അത് ദൈവവചനത്തോടുള്ള അനാദരവാണ്. അത് വലിയ അക്കാഡമിക് കപ്പാസിറ്റി ആണെന്നും ധരിക്കേണ്ടതില്ല. അത് ദൈവവചനത്തോടുള്ള അനാദരവ് തന്നെയാണ്. അതായത് വചനത്തെ വചനമായി മിശിഹായുടെ ശരീരമായിട്ട് കാണുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധികൾ കടന്നുള്ള സർക്കസുകൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ വചനത്തിന്റെ സംഗ്രഹത്തോടുള്ള ആദരവ് അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നതിനകത്താണ്. ഇപ്പൊ ചില ആളുകൾ തങ്ങളുടെ അതിക്രമങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബൈബിൾ വചനങ്ങൾ ഉദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ചില സിനിമകളിലൊക്കെ അവർ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി ബൈബിളിലെ ചില പ്രതികാരത്തെക്കുറിച്ചൊക്കെയുള്ള വാക്കുകൾ അതൊക്കെ പെറുക്കിയെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നു. അത് ഡയറക്റ്റ് ആയിട്ടുള്ള വയലൻസ് ആണ്, വിശുദ്ധ ഗ്രന്ഥത്തിനെതിരെയുള്ള വയലൻസ് ആണ്. കാരണം അതിന്റെ ധ്വനി അതല്ല, അതിന്റെ സംഗ്രഹം അതല്ല, അതിന്റെ കോണ്ടെക്സ്റ്റോ അർത്ഥമോ അതല്ല. പകരം അതിന് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടൊരു ഭാഗം എടുത്തിട്ട് ആ ഭാഗത്തെ മറ്റൊരു പെർസ്പെക്റ്റീവിൽ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കുന്നത് തീർത്തും അതിക്രമമല്ലേ.
ഒരാൾ പറഞ്ഞ ഒരു വാക്ക് എടുത്തിട്ട് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അത് തിന്മയാണ്. അതുപോലെ ചിലപ്പോൾ ആളുകളൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ നാളിലൊക്കെ പറഞ്ഞതുപോലെ മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കലിനെ സാധൂകരിക്കാൻ വേണ്ടി ബൈബിളിൽ ചില വാചകങ്ങൾ ഉദ്ധരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ തമാശ പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളെ കളിയാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വാദത്തെ എന്ന് പറഞ്ഞാൽ ഒരു ദൈവോന്മുഖമായിട്ടൊരു കാര്യമല്ല, അങ്ങനെ അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ബൈബിൾ ഭാഗങ്ങളൊക്കെ ഉദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അനാദരവിന്റെ ഭാഗമാണ്. ഇനി അത് വളരെ എന്താ പറയാ, അതുകൊണ്ടൊക്കെയാണ് ചില സിനിമകളിലൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് തോക്ക് വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് മാറ്റിയതൊക്കെ. ഒരു പുസ്തകമല്ലേ അതിപ്പോ വേറെ, ആ പുസ്തകമല്ല വേറൊരു പുസ്തകം. നമ്മൾ ക്രിസ്ത്യാനിൽ ഇത്രയ്ക്കൊക്കെ റിജിഡ് ആവേണ്ട ആവശ്യമുണ്ടാവും? നമുക്കൊക്കെ കുറച്ചുകൂടെ അതിനപ്പുറത്തോട് ചിന്തിച്ചുകൂടെ? വചനം എന്ന് പറഞ്ഞാൽ ആ ഒരു പുസ്തകം മാത്രമല്ല ഒരുത്തൻ അത് കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് ചെയ്തു, അവന്റെ വിവരമില്ലായ്മ തള്ളിക്കളഞ്ഞുകൂടെ എന്നൊക്കെ പറയുമ്പോഴും പരസ്യമായി പൊതുസമൂഹ മധ്യേ വിശുദ്ധ ഗ്രന്ഥം അനാദരിക്കപ്പെടരുത് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ നമ്മൾ പലപ്പോഴും നമ്മൾ ബാക്കിയൊക്കെ പറയുമ്പം വിശുദ്ധ കൂട്ടി പറയും, അല്ലെ? ഇവൻ മറ്റ് ചില മതങ്ങളുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ പോലും അവർ അങ്ങനെയൊക്കെ നമ്മുടെ ആൾക്കാർ പോലും പറയുന്നത് എങ്ങനെ എന്നാൽ നമ്മൾ ബൈബിൾ എന്ത് ചെയ്യും, ബൈബിൾ കൊണ്ടുവന്നു എന്നൊക്കെ അങ്ങ് പറയാൻ നമുക്കൊരു മടിയില്ല. ബൈബിൾ എന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ ഹോളി ബൈബിൾ എന്ന് പറയുന്നത് എന്താ കുഴപ്പം? വൈ കാൻഡ് യു ബ്രിങ് ദ ഹോളി ബൈബിൾ എന്ന് പറയുന്നത് എന്താ കുഴപ്പം? അല്ലെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ചുമ്മാ ബൈബിൾ എന്ന് പറയുന്നതിന് പകരം ഹോളി ബൈബിൾ എന്ന് പറയാമല്ലോ. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, മലയാളത്തിലാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം എന്തി എന്ന് പറയാമല്ലോ. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള ശീലങ്ങളിലൂടെ തലമുറകളിലേക്ക് ഇതിന്റെ ആദരവ് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. നമുക്കറിയാമായിരിക്കും, പക്ഷെ അത് ചുമ്മാ കേൾക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നും, കുഞ്ഞുങ്ങൾക്ക് എന്ത് തോന്നും, അടുത്ത തലമുറയ്ക്ക് എന്ത് ഫീൽ ചെയ്യും എന്നതിനെ കുറിച്ച് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ കർത്താവിന്റെ ശരീരത്തെ എന്ന പോലെ സഭയിൽ ആദരിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ ആരാധനാ ക്രമത്തിൽ ആദരിക്കപ്പെട്ടിരുന്നു. അതായത് എല്ലാ കാലത്തും മിശിഹായുടെ ശരീരമായി ആദരിക്കപ്പെട്ടിരുന്നു. അത് പ്രത്യേകിച്ച് സവിശേഷമായ വിധത്തിൽ വിശുദ്ധ ആരാധനയിലാണ് ഈ ആദരവ് കൂടുതൽ പ്രകടമാക്കിയിരുന്നത്, അഥവാ അങ്ങനെ ആദരിക്കപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആരാധനാക്രമത്തിന്റെ എല്ലാ കൂദാശകളുടെ ഒരു പ്രധാന ഭാഗം സുവിശേഷ ലേഖന പാരായണവും അതിന്റെ വ്യാഖ്യാനവുമാണ്, അല്ലെ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥമാകുന്നത്, അല്ലെങ്കിൽ മിശിഹായുടെ ശരീരമാകുന്നത്. വിശുദ്ധ കുർബാനയുടെ ഉദാഹരണം എടുക്കാം. രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് വചനം പങ്കുവയ്ക്കൽ ശുശ്രൂഷ, രണ്ടാമത്തത് അപ്പം പങ്കുവയ്ക്കൽ ശുശ്രൂഷ. അതിൽ ഏതാണ് പ്രധാനപ്പെട്ടതെന്നൊരു ചോദ്യം പോലും നിലനിൽക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം അത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഒരിടത്ത് വചനമായി അവതരിച്ച മിശിഹായെയാണ് പങ്കുവെച്ച് കൊടുക്കുന്നത്. അതും എന്തിനു വേണ്ടി കൊടുക്കുന്നു? ഭക്ഷിക്കാനായി നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? വചനം ഭക്ഷിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ച ഭാഗത്ത് എസെക്കിയേൽ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കും, അവിടുന്ന് വചനമെടുത്ത് ചുരുൾ ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ആ ചുരുൾ ഞാൻ ഭക്ഷിച്ചു, ചുരുൾ എനിക്ക് നാവിൽ തേൻ പോലെ മധുരിച്ചു എന്നൊക്കെ ഉള്ള പരാമർശങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെ? ചുരുൾ ഭക്ഷിക്കണം. എന്താണ് ഈ ചുരുൾ എന്ന് പറഞ്ഞാൽ? ചുരുൾ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഗ്രന്ഥത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് തോൽ ചുരുളുകളിലാണ് എഴുതിയിരുന്നത്. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ചുരുട്ടി വരും, എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി മറിക്കും എന്ന് പറയുമ്പോൾ ഈ വായിച്ചു കഴിയുമ്പോൾ ആ ഭാഗം ചുരുട്ടി അടയ്ക്കുകയും മറുവശം ചുരുളഴിച്ച് നിവർത്തുകയും. അപ്പൊ എപ്പോഴും ഇങ്ങനെ കൈപ്പിടിക്കാം. അതായിരുന്നു പണ്ടത്തെ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രൂപം. അതുകൊണ്ട് ബൈബിൾ എന്ന് പറയുന്നതിന് അനുപാതികമായി പറയുന്നതാണ് ചുരുൾ. വെളിപാട് പുസ്തകത്തിലൊക്കെ അങ്ങനെ ആവർത്തിച്ച് കാണാം. അപ്പൊ അവർക്ക് അത് വിശുദ്ധ ഗ്രന്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുൾ ഭക്ഷിക്കാൻ പറഞ്ഞു. അതെന്താ ഭക്ഷിക്കാൻ പറയുന്നത്? വായിക്കാനുള്ളതല്ലേ, ഭക്ഷിക്കാനുള്ളതാണ്. അത് ഭക്ഷിക്കാനുള്ളതാണ്. എന്തുകൊണ്ടാണ് ഭക്ഷിക്കുക എന്ന് പറയുന്നത്? അതിന്റെ അടിസ്ഥാനം ഇതാണ്. ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാൾ ഉള്ളിലേക്ക് ഉൾക്കൊള്ളുക എന്നാണ്. ഭക്ഷിക്കുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അത് ഒരാളുടെ ഉള്ളിലേക്ക് പോകും. പുറത്ത് പുരട്ടുന്ന പോലെയല്ലോ, അത് ഉള്ളിലേക്ക് കടന്നു പോകും. ഉള്ളിലേക്ക് കടന്നു പോയിട്ട് എന്ത് സംഭവിക്കും? അത് ആ വ്യക്തിയോട് കലരും, അല്ലെ? നമ്മളൊരു ഇപ്പൊ ഒരാളൊരു വിഷം കഴിച്ചു എന്ന് വിചാരിച്ചു, എന്താ പറ്റുക? അത് ഉദരത്തിൽ ചെല്ലുകയും അത് ശരീരത്തിലേക്ക് പടരുകയും ആൾ മരിച്ചു പോവുകയും ചെയ്യും. അയാളൊരു ഔഷധം കഴിച്ചു എന്ന് വിചാരിച്ചു, മരുന്ന് കഴിച്ചു എന്ന് വിചാരിച്ചു, എന്തുണ്ടാവും? അത് ഉള്ളിലേക്ക് പോവുകയും അത് അയാളുടെ ശരീരത്തിൽ പടരുകയും എന്നിട്ട് സൗഖ്യം ആരംഭിക്കുകയും ചെയ്യും. ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക, അത് ആളുടെ ഉള്ളിലേക്ക് പോവുകയും ആളുടെ ശരീരത്തിൽ അത് പടരുകയും ഊർജമായി മാറുകയും അയാളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. അതാണ് ഭക്ഷണത്തിന്റെ പ്രത്യേകത. അതുപോലെ വചനത്തെ നീ ഭക്ഷിക്കൂ, വചനം നിന്റെ ഉള്ളിലേക്ക് ആന്തരിക മേഖലകളിലേക്ക് കടന്നു ചെല്ലട്ടെ, അത് നിന്റെ ശരീരത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗമായി തീരട്ടെ, അത് നിന്റെ ജീവിതത്തിന് ഊർജമായി തീരട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. നിന്നെ പ്രവർത്തിപ്പിക്കുന്നത് അതാകട്ടെ എന്നാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് എന്നൊരു ധാരണ മനുഷ്യർക്ക് പൊതുവുണ്ടല്ലോ. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ അയഞ്ഞു കഴിഞ്ഞ് നടക്കുമ്പോൾ ആൾക്കാർക്കില്ല, പഴങ്ങഞ്ഞു കുടിച്ചിട്ടാണോ വന്നേക്കുന്നത് എന്ന് ചോദിക്കുക.
ചുമ്മാ പഴങ്കഞ്ഞിനെ അങ്ങ് അപമാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഴങ്കഞ്ഞി അത്ര മോശം സാധനമൊന്നുമല്ല. നമ്മൾ പള്ളിക്കൂടത്തിലൊക്കെ പിള്ളേർ ചെന്നിരിക്കും, പിന്നെ രാവിലെ പഴങ്കഞ്ഞി കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയല്ലേ. പഴങ്കഞ്ഞി കുറിച്ച് നല്ല ഉന്മേഷമൊക്കെ ഉണ്ടാവുന്ന പഴയ തലമുറയ്ക്കൊക്കെ അറിയാം, അത് വേറെ കാര്യം. പക്ഷെ എന്താണ് ആളുകൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതായത് നീ എന്തോ ഒരു ജീവനില്ലാത്ത സാധനമാണ് കഴിച്ചത്, അതുകൊണ്ട് നീ ഇങ്ങനെ ജീവനില്ലാതിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? ഇപ്പൊ ചില പിള്ളേരൊക്കെ പറയും നല്ല എനർജി ഉള്ളോ, അതെ ബൂസ്റ്റ് കുടിച്ചിട്ട് വന്നേക്കണം എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പിള്ളേർ പണ്ട് കാലത്ത് എപ്പോഴും പറഞ്ഞു നടക്കുമായിരുന്നു. അപ്പൊ ആ സാധനം അവരുടെ എനർജിയുടെ ഭാഗമായി തീർന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മോട് പറയുകയാണ്, ഈ വചനം നീ ഭക്ഷിക്കുക, അത് നിന്റെ ഉള്ളിലേക്ക്, ആത്മാവിലേക്ക്, ആന്തരികതയിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്കും ഒക്കെ കടന്നു ചെല്ലട്ടെ. അത് നിന്നെ അത് നിനക്ക് ഊർജം തരട്ടെ, അത് നിന്നെ പ്രവർത്തിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വചനത്തിന്, നീ ഉൾക്കൊണ്ട വചനത്തിന് ചേർന്ന പ്രവൃത്തികൾ നിന്നിലൂടെ ഉണ്ടാകട്ടെ, നിന്നിൽ നിന്ന് പുറപ്പെടട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പുറപ്പെടാൻ കഴിയുന്ന വിധത്തിൽ വചനത്തെ ഭക്ഷിക്കുക എന്നാണ് തിരുസഭ, തിരുവചനം പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് വചനം വായിച്ചറിയുക എന്നല്ല, വചനം വായിച്ചറിയുക എന്നല്ല. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ആ ഭാഷയൊന്ന് ഉപയോഗിച്ചൊക്കെ തുടങ്ങാം. ബൈബിൾ വായിക്കാൻ പോവുക എന്ന് പറയുന്നതിന് പകരം ഞാൻ അല്പം വചനം ഭക്ഷിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ കേൾക്കുമ്പോൾ ആദ്യം ഒരു ചിരിയൊക്കെ വന്നാലും പിന്നെ അവർ ആലോചിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇന്നലെ കുരിശ് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആഹാരം ഭക്ഷിക്കുന്നതിന് മുമ്പ് നമുക്ക് അല്പം വചനം ഭക്ഷിക്കാം എന്നൊക്കെ പറയാം. അത് ശരിയാണ് അതിന്റെ അർത്ഥത്തിൽ, അല്ലെ? ഉദരത്തിലേക്ക് പോകുന്ന ഭക്ഷണത്തെക്കാൾ എത്രയോ വിലയുള്ളതാണ്, ഗൗരവമുള്ളതാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകേണ്ട വചനമാകുന്ന ഭക്ഷണം. ഇനി ആ വചനമാകുന്ന ഭക്ഷണത്തെ ബേമയിൽ ഭക്ഷിക്കണം, അഥവാ കൂദാശയുടെ ആരാധനാക്രമത്തിന്റെ ആദ്യ ഭാഗത്ത് ഭക്ഷിക്കണം. രണ്ടാം ഭാഗത്ത് ശരീരമായിരിക്കുന്ന അപ്പത്തിന്റെ രൂപത്തിലുള്ള മിശിഹായെയും ഭക്ഷിക്കും. അതുകൊണ്ട് ഈ വചനമായിരിക്കുന്ന മിശിഹായെ ഭക്ഷിക്കൽ ആരാധനാക്രമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആരാധനാക്രമം തന്നെ വചനത്തെ, മിശിഹായുടെ ശരീരമത്തെ എന്നതുപോലെ ആദരിക്കുന്നു. അതായത് ഒരു വിശുദ്ധ കുർബാനിലാണെങ്കിൽ പങ്കുവെക്കപ്പെടുന്ന അപ്പത്തെ എന്ന പോലെ തന്നെ പങ്കുവെക്കപ്പെടുന്ന വചനത്തെയും വിശുദ്ധ ഗ്രന്ഥത്തെയും ആദരിക്കുന്നുണ്ട്. ആളുകൾ അത് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ, പണ്ടൊരു ചേട്ടൻ എന്നോട് പറഞ്ഞ പോലെ, ഭാഗ്യം വെച്ചാ ഞാൻ ഓടി ചെന്നപ്പോഴത്തേനും കുർബാനയൊന്നും ആയില്ലായിരുന്നു, അച്ഛന്റെ പ്രസംഗം നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉദ്ദേശിച്ചത് പേടിക്കാനൊന്നുമില്ല, പുള്ളി ഭയങ്കര കുർബാന തുടങ്ങിപ്പോയാലോ എന്നുള്ള ദുഃഖത്തിൽ ഓടി ചെന്നപ്പം അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞതും പ്രസംഗം എന്നാണ്. അതിനെക്കുറിച്ച് നേരത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിവേ, അങ്ങനെ വിചാരിക്കുക. എന്താ അതിന്റെ പുറകിലുള്ള ധ്വനി? അതായത് അപ്പം മുറിക്കൽ എന്ന് പറയുന്ന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലേക്ക് കയറിയിട്ടില്ല. മുമ്പെന്തോ ഇൻട്രൊഡക്ഷൻ ഒക്കെ നടത്തുന്നു, അച്ഛൻ എന്തൊക്കെ വായിക്കുകയോ അതിനെക്കുറിച്ച് ഞാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു, ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയത് എന്ന്. അങ്ങനെയല്ല, വിശുദ്ധ കുർബാനയുടെ തുല്യ പ്രാധാന്യമുള്ള രണ്ട് ഭാഗങ്ങളാണ്, രണ്ടിനും ഒരേ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെയാണ് സഭ തന്റെ ആരാധനാക്രമത്തിൽ എപ്പോഴും ചെയ്തിരുന്നത്. അതുകൊണ്ട് ആരാധനാക്രമത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, അതിപ്പം കൂദാശകളായാലും വിശുദ്ധ കുർബാനയിലായാലും മറ്റു കൂദാശകളായാലും യാമപ്രാർത്ഥനകളായാലും, അതിനകത്തൊക്കെ വിശുദ്ധ ഗ്രന്ഥം ഒരു പ്രധാന ഭാഗമാണ്. വിശുദ്ധ ഗ്രന്ഥം ഒരു പ്രധാന ഭാഗമാണ്. ഇനി ഒരു വിശുദ്ധ കുർബാനിലാണ് നോക്കുക, പഴയ നിയമത്തിൽ നിന്നുള്ള വായനകൾ, ലേഖനത്തിൽ നിന്നുള്ള വായനകൾ, സുവിശേഷത്തിൽ നിന്നുള്ള വായനകൾ, ഇവയെ സംബന്ധിക്കുന്ന പ്രബോധനം, 4 കാര്യങ്ങൾ വചനവുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് അതിനു മുമ്പുള്ള ഗാനങ്ങളും മറ്റ് ശുശ്രൂഷകളൊക്കെ. അങ്ങനെയാണത് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുസഭ ഇങ്ങനെ പഠിപ്പിച്ചത്. ഞാൻ ആദ്യത്തെ വാചകത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4 വിഷയങ്ങൾ പറയാണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ ആരാധനക്രമത്തിൽ ദൈവവചനത്തിന്റെയും മിശിഹായുടെ ശരീരത്തിന്റെതുമായ മേശയിൽ നിന്നുള്ള ജീവന്റെ അപ്പം സ്വീകരിക്കുകയും വിശ്വാസികൾക്ക് നൽകുകയും ചെയ്യാതിരുന്നിട്ടില്ല ഒരിക്കലും എന്ന്. ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം. അതായത് വിശുദ്ധ ആരാധനക്രമത്തിൽ ദൈവവചനത്തിന്റെയും മിശിഹായുടെ ശരീരത്തിന്റേതുമായ മേശയിൽ നിന്നുള്ള ജീവന്റെ അപ്പം, അങ്ങനെയാണ് പറയുന്നത്. അതായത് മധുബഹായിൽ നിന്നും ബേമയിൽ നിന്നുമുള്ള ജീവന്റെ അപ്പം, വചനവേദിയിൽ നിന്നും അപ്പം മുറിക്കൽ വേദിയിൽ നിന്നുമുള്ള ജീവന്റെ അപ്പം, രണ്ടിനെയും ജീവന്റെ അപ്പം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെ ജീവന്റെ അപ്പം എന്ന് തിരുസഭ പഠിപ്പിക്കും. അത് പങ്കുവയ്ക്കപ്പെടുന്ന വിശുദ്ധ കുർബാന അപ്പത്തെ മാത്രമല്ല, വചനത്തെയും ജീവന്റെ അപ്പം എന്ന് പഠിപ്പിക്കും. ഇത് രണ്ടും അത് സ്വീകരിക്കുകയും വിശ്വാസികൾക്ക് നൽകുകയും ചെയ്യുന്നതിൽ നിന്ന് സഭ ഒരിക്കലും പിൻവാങ്ങിയിട്ടില്ല, മുടങ്ങിയിട്ടില്ല എന്ന് തിരുസഭ ആദ്യമേ പഠിപ്പിക്കുകയാണ്. സഭ അവയെ വിശുദ്ധ പാരമ്പര്യത്തോടൊപ്പം എന്നും തന്റെ വിശ്വാസത്തിന്റെ സർവപ്രധാനമായ മാനദണ്ഡമായി കരുതിപ്പോന്നു. വചനത്തെ എങ്ങനെയൊക്കെയാണ് ആദരിച്ചിരുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? തിരുസഭ അവയെ വിശുദ്ധ പാരമ്പര്യത്തോടൊപ്പം, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരിച്ചല്ല പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തോളം പ്രധാനപ്പെട്ട പ്രാധാന്യം പാരമ്പര്യത്തിനുണ്ട് എന്നല്ല പറയേണ്ടത്. പലപ്പോഴും ആളുകൾ ഇതിനെ അവഗണിക്കുക തന്നെ ചെയ്യുന്നത്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തെ വലിയ കാര്യമായിട്ട് കരുതും, പക്ഷേ വിശുദ്ധ പാരമ്പര്യത്തെ അതിപ്പോ അങ്ങനെ ഒരു പാരമ്പര്യമല്ലേ,
എന്ന വിധത്തിൽ കരുതാറുണ്ട്. പക്ഷെ തിരുസഭ പഠിപ്പിക്കുന്ന നേരെ തിരിച്ചാണ്. വിശുദ്ധ പാരമ്പര്യത്തിന് സഭ എന്തോരം പ്രാധാന്യം കൊടുത്തിരുന്നോ അത്രയും പ്രാധാന്യം വചനത്തിന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് തിരിച്ചു വേണം നമ്മൾ ചിന്തിക്കാൻ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് എന്തോരം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം വിശുദ്ധ പാരമ്പര്യത്തിനുണ്ട്. ഇത് രണ്ടിനെയും ഒരുപോലെ കണക്കാക്കണം. അതുകൊണ്ട് തിരുസഭ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കും. ക്രൈസ്തവ വിശ്വാസം നിലനിൽക്കുന്ന രണ്ട് നെടുന്തൂണുകളാണുള്ളത്. രണ്ട് പില്ലറുകളിലാണ് സഭ എന്ന എഡിഫസ്, സഭയുടെ വിശ്വാസം എന്ന വൻ കൊട്ടാരം നിലനിൽക്കുന്നത്. രണ്ട് തൂണുകളിലാണ്, തുല്യ പ്രാധാന്യമുള്ള രണ്ട് തൂണുകളിൽ. ഒരു തൂണ് വിശുദ്ധ പാരമ്പര്യമാണ്, രണ്ടാമത്തെ തൂണ് വിശുദ്ധ വചനമാണ്. അഥവാ ഇത് രണ്ടും കൂടെ കൂടിയാലേ അത് താങ്ങി നിർത്തപ്പെടുകയുള്ളൂ. വിശുദ്ധ പാരമ്പര്യം എന്താണെന്ന് നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചുപേരെ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. വിശുദ്ധ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മിശിഹായിലൂടെ ആരംഭിക്കുകയും തിരുസഭയിൽ പരിശുദ്ധാത്മാവ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവയെ ആഗമനത്തിൽ വിളിക്കുന്നതാണ്. ഇനി ഒരു കുറച്ചുകൂടെ എന്നതിന് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുസഭയുടെ ജീവിതം തന്നെയാണ് വിശുദ്ധ പാരമ്പര്യം. അതായത് മിശിഹായിൽ നിന്ന് ശ്ലീഹന്മാർ സ്വീകരിച്ച് അത് തലമുറകളിലേക്ക് പകർന്നു കൊടുത്ത ആ ജീവിതം തന്നെയാണ്, ആ ശരീരത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് വിശുദ്ധ പാരമ്പര്യം. ട്രഡീഷൻ ആൻഡ് ട്രഡീഷൻസ് എന്ന് ഇംഗ്ലീഷ് എഴുതും. ട്രഡീഷൻ എന്ന് ക്യാപിറ്റൽ ടി ഇട്ട് എഴുതും, ട്രഡീഷൻസ് എന്ന് സാധാരണ ചെറിയ ടി ഇട്ടിൽ ആരംഭിച്ചിട്ട് ട്രഡീഷൻസ് രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നതും വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് രണ്ടാണ്. ടി വലുതായിട്ട് എഴുതിയിട്ട് ഇംഗ്ലീഷിൽ ട്രഡീഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ സേക്രഡ് ട്രഡീഷൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞ കാര്യം. വിശുദ്ധ ഗ്രന്ഥവും ഉൾപ്പെടെയുള്ള തിരുസഭാ പ്രബോധനങ്ങൾ എല്ലാം കൂടെ കൂടിച്ചേരുന്ന സഭയുടെ ജീവിതമാകമാനം, ആ കൗദാശിക പാരമ്പര്യവും എല്ലാം ഉൾപ്പെടെയുള്ള ശ്ലീഹന്മാരുടെ പ്രബോധനം നിലനിൽക്കുന്ന, കൗൺസിലുകളിലൂടെ അത് ആവർത്തിക്കപ്പെട്ട പ്രബോധനങ്ങൾ നിലനിൽക്കുന്ന, ഇവയെല്ലാം കൂടെ കൂടി ചേർന്ന ആ ഒരു വൻ ശേഖരത്തെയാണ് സേക്രഡ് ട്രഡീഷൻ എന്ന് വിളിക്കുന്നു. ഇനി പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി പാരമ്പര്യങ്ങളാണ്. പൊതുവിൽ അതിന്റെ ഏറ്റവും ജനറൽ സെൻസിൽ റീത്തുകളെ സൂചിപ്പിക്കും. അതായത് ഓരോ വ്യക്തിസഭകളും ഓരോ പാരമ്പര്യങ്ങളാണ്. ഇനി നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ചില കാര്യങ്ങളെയും അത് സെക്കൻഡറി മീനിങ്ങിൽ സൂചിപ്പിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഒരു പ്രത്യേക ഇപ്പൊ തിരുനാളുകൾ ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യം കത്തോലിക്ക സഭയിലുണ്ട്. അത് വിശുദ്ധ പാരമ്പര്യം എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പാരമ്പര്യം ഇതിനകത്തുണ്ട്. പക്ഷെ അത് സഭയുടെ ആകമാനമായ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതോ അതിന്റെ ഒരു ഭാഗമോ ഒക്കെ ആയിരിക്കുകയും ചെയ്യാം. അവയെല്ലാം കൂടെ കൂട്ടിയിട്ട് പറയുന്നതാണ് വിശുദ്ധ പാരമ്പര്യം. അപ്പൊ ആ വിശുദ്ധ പാരമ്പര്യത്തിനകത്തുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രൂപീകരണം. വിശുദ്ധ ഗ്രന്ഥം തിരുസഭയിലാണ് രൂപീകരിക്കപ്പെട്ടത്, രേഖപ്പെടുത്തപ്പെട്ടതും അതെ, പരിശോധിക്കപ്പെട്ടതും അതെ, അതിന്റെ ക്യാനൻ നിശ്ചയിക്കപ്പെട്ടത് അഥവാ അതിന്റെ ലിസ്റ്റ് ഏതൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് തീരുമാനിക്കപ്പെട്ടതും തിരുസഭയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് വിശുദ്ധ ഗ്രന്ഥം. എന്നിട്ടും തിരുസഭ എങ്ങനെ പഠിപ്പിക്കും? വിശുദ്ധ പാരമ്പര്യത്തെ, സഭയുടെ ജീവിതത്തെയും വിശുദ്ധ ഗ്രന്ഥത്തെയും ഒരുപോലെ കണക്കാക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സെന്റൻസ് ആ വിധത്തിൽ പഠിപ്പിക്കുന്നത്. അവയെ അഥവാ രേഖപ്പെടുത്തപ്പെട്ട വചനത്തെ, വിശുദ്ധ ബൈബിളിനെ വിശുദ്ധ പാരമ്പര്യത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകൾക്ക് അത് ശരിക്കും മനസ്സിലാവണമെന്നില്ല. അതെങ്ങനെയാ? കാരണം ഇതിനെക്കുറിച്ച് ആവശ്യത്തിന് പ്രബോധിപ്പിക്കപ്പെട്ടിട്ടില്ല. അതായത് വിശുദ്ധ പാരമ്പര്യം ബൈബിളിനോളമോ അതിന്റെ മുകളിലോ വിലയുള്ളതാണ് എന്ന് പഠിപ്പിക്കപ്പെടാത്ത ഒരു ജനത്തിന് ഇതൊരു അത്ഭുതകരമായ വാക്കായിരിക്കും. അതറിയുന്ന നമുക്കത് എളുപ്പമാണ്. എഴുതപ്പെട്ട വചനത്തെ വിശുദ്ധ പാരമ്പര്യത്തോടൊപ്പം എന്നും തന്റെ വിശ്വാസത്തിന്റെ സർവപ്രധാനമായ മാനദണ്ഡമായി കരുതി പോന്നിരുന്നു. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? വിശുദ്ധ ഗ്രന്ഥം സത്യവിശ്വാസത്തിന്റെ മാനദണ്ഡമാണ്. അതിന്റെ മീറ്ററാണ്, അതിന്റെ അളവുകോൽ എന്നാണ് മാനദണ്ഡം എന്ന് പറഞ്ഞ അർത്ഥം. അളവുകോൽ. വിശ്വാസത്തെ അളക്കുന്ന, വിശ്വാസത്തെ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് സോഴ്സുകളാണുള്ളത്. ഒന്ന് വിശുദ്ധ പാരമ്പര്യമാണ്, രണ്ടാമത്തെ വിശുദ്ധ ഗ്രന്ഥമാണ്. ഇനി ഇതിലേതെങ്കിലും ഒന്ന് മതിയില്ലോ എന്ന് വിചാരിച്ചാലും ശരിയാവില്ല. രണ്ടും കൂടി ഒരുമിച്ച് കൂടിയാലേ ദ സോഴ്സ് ആവുള്ളൂ. രണ്ടും ഒരുമിച്ചുണ്ടാകണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാർ സോളാ സ്ക്രിപ്റ്റുര എന്ന് പറയുന്ന കാര്യത്തെ, ബൈബിൾ മാത്രം മതി എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ വളരെ നിശിതമായി വിമർശനാത്മകമായി അതിനെ സമീപിച്ചതിന്റെ കാരണം ആരോടുള്ള വിഷമം കൊണ്ടൊന്നും അല്ല. ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. പകരം ഇത് രണ്ടോട് കൂടിയാലേ വചനമാവുള്ളൂ. രണ്ടോട് കൂടുമ്പോഴാണ് വചനം. അപ്പൊ അവരെ വചനം എടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് എടുക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. സഭയിൽ ആയിരിക്കുകയും വചനം പഠിക്കുകയും ചെയ്യും. മാനദണ്ഡമായി കരുതി പോന്നു.
എന്നിട്ട് തുടർന്ന് പറയുകയാണ്, കരുതി പോരുകയും ചെയ്യുന്നു. അങ്ങനെ കരുതി പോരുന്നുള്ള പഴയകാലത്ത് മാത്രമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്താൽ പ്രചോദിതരായി ഒരിക്കൽ എന്നേക്കുമായി ലിഖിത രൂപത്തിലായ അവ വചനം തന്നെ അലംഘ്യമായി പകർന്നു തരികയും പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും വാക്കുകൾ പരിശുദ്ധാത്മാവിന്റെ സ്വരം പ്രതിധ്വനിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ഒറ്റയടിക്ക് അത് മുഴുവൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പിടികിട്ടുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആകുന്ന പോലെ വായിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വാസത്തിന്റെ മാനദണ്ഡമായി കരുതി പോകുന്നത്? അതിന്റെ കാരണം പറയുകയാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ ദൈവത്താൽ പ്രചോദിതമായി, അത് ഈ വചനം ദൈവത്താൽ പ്രചോദിതമായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടതെന്ന് ആദ്യം എടുത്ത് പറയുന്നു. ഒരിക്കൽ എന്നേക്കുമായി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിട്ടൺ വൺസ്. എല്ലാ കാലത്തും ഇനി എഴുതിക്കൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ബൈബിളിന് കുറച്ച് ആളായില്ല. എന്നാൽ പിന്നെ ഇതിപ്പോ 2000 വർഷം മുമ്പ് എഴുതിയതല്ലേ, ഒരു ശകലം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് വിപുലപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ ഒന്ന് തിരുത്തിയേക്കാം, ഒരു കണക്റ്റിംഗ് പുസ്തകം കൂടി ആഡ് ചെയ്തേക്കാം എന്നൊന്നും വിചാരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജപമാലയിൽ ഒരു പുതിയ രഹസ്യം ആഡ് ചെയ്യുന്നത് പോലെ ബൈബിളിൽ ഒരു പുതിയ പുസ്തകം ആഡ് ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് ഒരിക്കലാണ് സംഭവിച്ചത്, ദാറ്റ് ഈസ് ഫോർ എവർ, വൺസ് ആൻഡ് ഫോർ എവർ എന്ന് തിരുസഭ പറയാനുള്ള കാരണം അതാണ്. ഒരിക്കൽ എന്നേക്കുമായി ലിഖിത രൂപത്തിലായി അവ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ചരിത്രത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരന്മാരെ എടുക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും അവർ വഴിയായി ഇത് രേഖപ്പെടുത്തുകയും ചെയ്ത് അതിനെ ഒരു ഗ്രന്ഥമാക്കി മാറ്റി. അത് പൂർത്തിയായി. ഇനി അത് ബാക്കിയൊന്നുമില്ല. ഇനി അത് കാലഘട്ടത്തിൽ തുടരാനിരിക്കുന്നുമില്ല. അത് മനുഷ്യരൊക്കെ ഒരുവിധം സെക്റ്റ് ഭേദം പോലും ഇല്ലാതെ അംഗീകരിക്കുന്ന കാര്യമാണ് എന്ന് വിചാരിക്കാം. കാരണം എത്ര വികലമായ സെക്റ്റുകളും ഞങ്ങൾ ബൈബിളിനകത്തൊരു പുതിയ പുസ്തകങ്ങളുണ്ട്, ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ടല്ലോ വേറെ പുസ്തകങ്ങളുണ്ട്, പുതിയതുണ്ട് ബാ എന്ന് പറയാൻ അവരാരും ധൈര്യപ്പെടാറില്ല എന്നതൊരു വലിയ സമാധാനമാണ്. ഇനി അങ്ങനെ പ്രചോദിതമായി ഒരിക്കൽ ലിഖിത രൂപത്തിലായ അവ ദൈവവചനം തന്നെ, അന്ന് ലിഖിത രൂപത്തിലായി, പക്ഷെ ആ ദൈവവചനം തന്നെയാണ്. അത് അലംഘ്യമായി പകർന്നു കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കറപ്റ്റഡ് ആകാതെ, കുറവുകൾ വരുത്താത്ത വിധത്തിൽ പകർന്നു കൊടുക്കുകയും പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും വാക്കുകളിൽ, അങ്ങനെയാണ് എടുത്തു പറയുന്നത്. അതായത് പ്രവാചകന്മാരും സ്ലീഹന്മാരും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പ്രവാചകന്മാരും സ്ലീഹന്മാരും എന്ന് പറയാൻ കാരണം എന്താ? ഏത് പ്രവാചകന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്ന പഴയ നിയമ പ്രവാചകന്മാരെ മാത്രമല്ല, പകരം ദൈവത്തിനു വേണ്ടി സംസാരിച്ച സ്ലീഹന്മാരല്ലാത്ത ആളുകൾ, അതെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. സ്ലീഹന്മാരാണല്ലോ അതിന്റെ നേർസാക്ഷികൾ. അപ്പസ്തോലന്മാരാകുന്ന ആദിമെത്രാന്മാരാണ് വചനത്തിന്റെ നേർസാക്ഷികളും സ്വീകർത്താക്കളും കസ്റ്റോഡിയൻസും, സംരക്ഷകരും അവകാശികളും അധികാരികളും ഒക്കെ വേണം പറയാം. ഇവര് അപ്പസ്തോലന്മാരാണ്. ഇനി അപ്പസ്തോലന്മാരല്ലാത്ത ചിലരും ഈ വചനത്തിന്റെ രേഖപ്പെടുത്തലിനകത്ത് ഭാഗങ്ങളായിട്ടുണ്ട്. അവയിൽ പഴയ നിയമത്തിലൊക്കെ പ്രവാചകന്മാരെന്ന് നേരിട്ട് വിളിക്കുന്ന പ്രവാചകന്മാരുണ്ട്. പക്ഷെ അവർ തന്നെ ആയിരിക്കണോ അത് എഴുതിയിരിക്കുന്നതെന്ന് അർത്ഥമില്ല. ഉദാഹരണത്തിന് മോശയുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മോശ തന്നെയാണ് എഴുതിയെന്ന് അർത്ഥമില്ല. സാർട്ടിബ്യൂട്ടഡ് ടു മോസസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ ഈ പ്രവാചകന്മാർ എഴുതിയിട്ടും ഉണ്ടാകാം. അപ്പൊ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരെ കൂടി പൂർത്തീകരിച്ചിട്ടുണ്ടാവാം. എങ്ങനെയായിരുന്നാലും അത് അവരുടെയാണ് ഓതർഷിപ്പ് എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രവാചകന്മാരെ ഉദ്ദേശിക്കുന്നു. രണ്ടാമത്, ജനറൽ ആയിട്ടുള്ള അർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ പ്രവാചകന്മാരെന്ന് വിളിക്കും. സ്പീക്ക് ഫോർ, പ്രവചിക്കുക, പ്രൊഫെസി. അതിന്റെ അർത്ഥം എന്താണ്? ടു സ്പീക്ക് ഫോർ എന്നാണ് അർത്ഥം. മറ്റൊന്നിനു വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കൽ, തനിക്ക് വേണ്ടി അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനെയാണ് പ്രവചിക്കൽ എന്ന് പറയുന്നത്. അപ്പം വചനം രേഖപ്പെടുത്തിയവരെല്ലാവരും, ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ഡിഫറൻസസ്, ദേ ആർ ഓൾ പ്രൊഫറ്റ്സ്. അവരെല്ലാം ദൈവത്തിന് വേണ്ടി സംസാരിച്ചവരാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി സംസാരിച്ചവരാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അവർ പ്രവാചകന്മാരാണ്. അതുകൊണ്ടാണ് തിരുസഭ പഠിപ്പിക്കുന്ന സമയത്ത് പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും വാക്കുകളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം പ്രതിധ്വനിപ്പിച്ചു എന്ന് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെതാണ് സ്വരം, വാക്കുകൾ അവരുടേതാണ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. സ്വരം ആരുടേതാണ്? സ്വരം പരിശുദ്ധാത്മാവിന്റെയാണ്. സ്വരം എന്ന് പറഞ്ഞാൽ കണ്ടന്റ്, സന്ദേശം, പറയാൻ ആഗ്രഹിച്ചവ, പറഞ്ഞവ, അത് പരിശുദ്ധാത്മാവിന്റെയാണ്. വാക്കുകൾ മനുഷ്യൻ്റെതാണ് വാക്കുകൾ. അതായത് വാക്കുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ മാനുഷിക കഴിവുകൾ അവർ ഉപയോഗിച്ചു. എന്നാൽ സ്വരത്തിന്റെ കാര്യത്തിൽ അവരുടേത് ഉപയോഗിച്ചില്ല. അതാണ് എൻ്റെ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ആ സ്വരത്തെ അവതരിപ്പിക്കാൻ അവർ അവരുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, ഞാനൊരു സ്വരം കേട്ടു. ആ സ്വരം എന്താണെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത്, പക്ഷെ അതിലൂടെ ഞാൻ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ കേട്ട സ്വരത്തെയാണ്. അപ്പൊ ആ സ്വരം എന്ന് പറയുന്നത് കണ്ടന്റ് ഓഫ് ദ സ്ക്രിപ്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉള്ളർത്ഥം, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സമഗ്ര സന്ദേശം, അത് പരിശുദ്ധാത്മാവിൻ്റെതാണ്. അതുകൊണ്ട്
യഥാർത്ഥത്തിൽ ഓതർ ആരാണെന്ന് ചോദിച്ചാൽ ദൈവമാണ് അതിന്റെ ഓതർ. എന്നാൽ ഇവർ രചയിതാക്കളല്ലേ? അവർ രചയിതാക്കളാണ്, അവർ മാനുഷിക രചയിതാക്കളാണ്. എന്നാൽ അവർ വെറും പേനകളാണോ? ചുമ്മാ ഇങ്ങനെ പേന എഴുതിപ്പോയി പേനയാണോ? അല്ല, വെറും ജീവനില്ലാത്ത പേനയല്ല അവർ ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സ്വന്തമായി വാക്കുകളുള്ള ഗ്രന്ഥകർത്താക്കൾ കൂടിയാണ്. കാരണം അതെന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്തതിന്റെ കാരണം ദൈവം മനുഷ്യനെ മാനിക്കുന്നു എന്നാണ്. അവന്റെ ഭാഷയിലേക്ക് ഇറങ്ങി വന്ന് സംസാരിച്ച മിശിഹ അവന്റെ ഭാഷയിൽ കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ സംസാരിക്കാൻ തൻ്റെ ഈ ദൗത്യം തുടർന്ന് ഭരമേൽപ്പിച്ചവരോട് ആവശ്യപ്പെട്ടതാണ് അത്. അല്ലെങ്കിൽ കർത്താവിന് ശരിക്കും പറഞ്ഞാണല്ലോ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു മതം പറയുകയാണ് വചനം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് തന്നതാണ്, അപ്പൊ നമ്മൾ മേടിക്കുന്നു വായിക്കുന്നു. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായി മനുഷ്യനെ ആദരിക്കുന്ന ഒരു ദൈവമാണ് വചനം നൽകിയ ദൈവം, അല്ലെ? അവനെ സൃഷ്ടിച്ച് അവന് സംസാരിക്കാൻ കഴിവ് കൊടുത്ത, അവന് ബുദ്ധിയും വിവേകവും ഭാഷാ പ്രാവീണ്യവും കൊടുത്ത ദൈവം അവന്റെ ഭാഷാ പ്രാവീണ്യവും അവന്റെ ബുദ്ധിയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് അവനോട് സംവേദിക്കുന്ന വിധത്തിൽ അവന് വചനം നൽകിയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെൻസിബിൾ അല്ലേ അത്? അല്ലെ? ദൈവത്തിന്റെ മഹത്വത്തെ ശരിക്കറിയാത്തത് കൊണ്ടാണ് ഇവര് ദൈവം നേരിട്ട് തന്നാന്ന് പറഞ്ഞാൽ കൂടുതൽ വിലയുള്ളതാവില്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്നത്, അല്ലെ? അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. പറയുമ്പം അവരെങ്ങനെ പെട്ടെന്ന് വിചാരിക്കുന്നത്, അതായത് ദൈവം നേരിട്ട് തന്നാ, അപ്പൊ എല്ലാവർക്കും വലിയ അയ്യോ ദൈവം നേരിട്ട് തന്നാണ്, അപ്പൊ തൊടാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നുകൂടെ കടന്നങ്ങ് ആലോചിച്ചാൽ അതിനേക്കാൾ എന്തുമാത്രം ശ്രേഷ്ഠമാണ് ദൈവം മനുഷ്യനിലൂടെ തന്നത്. ആ മനുഷ്യനെയും കൂടെ ബഹുമാനിക്കുന്നു, അവനെ വിശ്വാസത്തിലെടുക്കുന്നു, അവനിൽ പ്രവർത്തിക്കുന്നു, അവനിലൂടെ സംസാരിക്കുന്നു. ദറ്റ് ഈസ് എന്താ പറയാ, അത് കുറച്ചുകൂടെ സീരിയസ് ആണ്, കുറച്ചുകൂടെ മഹത്വപൂർണമാണ്. അത് 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 അപരിമേയ മഹത്വമുള്ള ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാത്തതൊക്കെ ദൈവത്തിന് നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്രയും മഹോന്നതനായ ദൈവം മനുഷ്യന്റെ മഹത്വത്തെ, മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായി സ്വീകരിച്ച, അവന്റെ കൂടെ ഉലാത്തുന്ന, അവനെ സ്വന്തമാക്കിയ, അവനു വേണ്ടി സ്വയം മരിക്കാൻ തയ്യാറായ ആ ദൈവം അവനെ കൂടാതെ വചനം രേഖപ്പെടുത്തില്ല എന്ന് ചിന്തിക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായാൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധം കുറച്ചുകൂടെ നന്നാവും. പലപ്പോഴും മറുവശത്ത് അയ്യോ ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം ഭയങ്കരമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരെങ്ങനെ നൂലിലിറക്കിയതാണ്, അതിൻ്റെ ഒരു കോപ്പി ഇങ്ങോട്ട് തന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. അത് മാനുഷിക വിചാരങ്ങളാണ്. അതിനെയൊക്കെ എത്രയോ മുകളിലാണ് വലിയവനായ ദൈവം എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്. ഇനി പ്രഘോഷണവും ഈ അടുത്ത കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ സ്വരം പ്രതിധ്വനിപ്പിക്കുന്നു, റിഫ്ലക്റ്റ് ചെയ്യാണ്. പരിശുദ്ധാത്മാവിന്റെ സ്വരം ഒരു കണ്ണാടി പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ ആ സ്വരത്തെ നേരിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ആ റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നേരിട്ട് ദൈവത്തിൽ ശ്രവിക്കുകയല്ല, ശ്ലീഹന്മാരിലും പ്രവാചകന്മാരിലും ചെന്ന് തട്ടി പ്രതിധ്വനിച്ചു വരുന്ന വചനത്തെയാണ്, അഥവാ മാനുഷിക സ്വഭാവം ചേർത്ത് വെച്ച, മനുഷ്യനെ പങ്കാളിയാക്കിയ വചനത്തെയാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലാതെ എങ്ങനെ കേൾക്കാൻ പറ്റും? ദൈവത്തിന്റെ ഭാഷയെന്ന് നമുക്കറിയാമോ? ദൈവത്തിന്റെ അതിഗഹനമായ സ്വരം മനുഷ്യന് കേൾക്കാൻ കഴിയുമോ? അത് അസാധ്യമാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ റിഫ്ലക്റ്റഡ് വോയിസ്. അങ്ങനെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സൂര്യഗ്രഹണം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നോക്കുന്നതിനെ കുറിച്ച് ഈ ഹെൽത്ത് കെയറുകാര് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ കൊടുക്കുന്ന ഉപദേശം എന്താണ്? നേരെ നോക്കരുത്, വല്ല നീലമൊക്കെ കലക്കിയ വെള്ളത്തിനകത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെ കലക്കിയ വെള്ളത്തിനകത്ത് നോക്കി അത് കണ്ടോളൂ എന്ന് പറയും. നമ്മുടെ കണ്ണിനത് കേടുവരാതിരിക്കാൻ വേണ്ടി. ആ പ്രകാശരശ്മികൾ ഹാംഫുൾ ആയത് നമ്മുടെ കണ്ണിലേക്ക് വരും, നമുക്കത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച തന്നെ നശിപ്പിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൈവത്തിന്റെ വചനം അത്രമേൽ ശക്തവും അപരിമേയവും അമാനുഷികവും മനുഷ്യന്റെ ചിന്തകൾക്കും ലോകത്തിനും അപ്പുറത്തുള്ളതുമായത് ആയിരിക്കെ അതെങ്ങനെയാണ് മനുഷ്യനിലേക്ക് നേരിട്ട് അവനെ സ്വീകരിക്കാൻ പറ്റും? അതുകൊണ്ട് ദൈവം ചെയ്ത കാര്യം അത് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് തരുന്നതാണ്. ശ്ലീഹന്മാരിൽ അവിടുന്ന് തന്റെ പൗരോഹിത്യം സ്ഥാപിച്ച, മിശിഹായുടെ തന്നെ സ്ഥാനത്ത് നിൽക്കുന്ന അപ്പസ്തോലന്മാരിലും പ്രവാചകന്മാരിലും നിറഞ്ഞ് അവരിൽ നിന്ന് അവരുടെ വാക്കുകളിലൂടെ നമ്മിലേക്ക് റിഫ്ലക്റ്റ് ചെയ്താണ് വചനം നമുക്ക് സംലഭ്യമാകുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സഭ പഠിപ്പിക്കുകയാണ്, അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ മഹത്വം കുറയുകയല്ല, മഹത്വം വർദ്ധിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്ത ഭാഗം ഇങ്ങനെയാണ്: വിശുദ്ധ ലിഖിതങ്ങളാൽ ഓക്കെ, ഇനി അടുത്തത്. അതുകൊണ്ട് സഭാപരമായ എല്ലാ പ്രഘോഷണവും ക്രൈസ്തവ വിശ്വാസം തന്നെയും വിശുദ്ധ ലിഖിതങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്.
എന്ന്. അത് മിശിഹായുടെ സ്വരമാണ്, പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ്. അത് റിഫ്ലക്ട് ചെയ്യപ്പെട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്തുണ്ടാവണം? അതുകൊണ്ട് സഭാപരമായ എല്ലാ പ്രഘോഷണവും വിശുദ്ധ ഗ്രന്ഥത്താൽ പരിപോഷിക്കപ്പെടേണ്ടതാണ്. ആദ്യത്തെ പാഠം. 2 പ്രിൻസിപ്പിൾസ് ആണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തേത്, എല്ലാ എക്ലേഷ്യൽ ടീച്ചിങ്സും, സഭാത്മകമായ എല്ലാ പ്രബോധനവും, തിരുസഭ നൽകുന്ന സകല പ്രബോധനവും മറ്റൊരു സോഴ്സിൽ നിന്നുള്ളതായിരിക്കരുത്, പകരം തിരുവചനത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കും. ലിഖിതമാക്കപ്പെട്ട വചനത്തെ സഭാപാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വചന പ്രഘോഷണ വേദികൾ വെറും ഒരു സന്മാർഗ പരിശീലനത്തിനുള്ളതായി തീരരുത്. സന്മാർഗ പരിശീലനം അതിന്റെ ഭാഗമാണ്. പക്ഷെ വെറും സന്മാർഗ പരിശീലനം, നമ്മൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ എന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതായി അവസാനിക്കരുത്. ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം എന്താണ്? രണ്ടാമത്തേത്, നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ, അത് ബഹുമാനപ്പെട്ട വൈദികര് നടത്തുന്നതാവട്ടെ, അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ അൽമായ സഹോദരൻ നടത്തുന്ന പങ്കുവയ്ക്കലാവട്ടെ, വചന പങ്കുവയ്ക്കൽ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരിയായിട്ടുള്ളത്. ആ പങ്കുവയ്ക്കൽ, ഷെയറിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ആ ഷെയറിങ്ങുകളാകട്ടെ, അവ വചന കേന്ദ്രീകൃതമായിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു ആത്മവിമർശനത്തോടുകൂടെ ഞങ്ങൾ പറയേണ്ട കാര്യം, ചിലപ്പോഴെങ്കിലുമൊക്കെ ചില വചന പ്രഘോഷണങ്ങൾ കേൾക്കുമ്പം ഇതൊരു ക്രിസ്ത്യൻ ആർട്ട് ഓഫ് ലിവിങ് ആണോ ഈ പറയണേ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അതായത് ദൈവിക പ്രബോധനങ്ങളൊന്നും അല്ല പലപ്പോഴും കേന്ദ്രമായി മാറുന്നത്. പകരം എന്താണ്? നിന്റെ ജീവിതം എങ്ങനെ മനോഹരമാക്കാം, നിന്റെ ജീവിതം എങ്ങനെ സുന്ദരമാക്കാം. ഇപ്പൊ ചില മോഡേൺ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ ഇതിന്റെ പിന്നാമ്പുറത്തുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര ഇമ്പമുള്ളതാണ്. ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സുന്ദരമായ സാഹിത്യ രൂപത്തിൽ എഴുതുന്ന ചില ക്രിസ്ത്യൻ ഓതേഴ്സ് മലയാളത്തിലൊക്കെയുള്ള, ഞാനൊക്കെ പോലെ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഭയങ്കര ആവേശത്തോടെ വായിച്ചിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ പുസ്തകങ്ങളിനകത്ത് ചിലരുടെ ഗ്രന്ഥങ്ങളൊക്കെ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഷാശൈലി ഭയങ്കര രസമാണ്. അതിനകത്ത് മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച്, അവന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി അവതരിപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില പ്രതീകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആസ്വാദ്യമായ ഒരു 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 രചനാ ശൈലിയിലുള്ള ഗ്രന്ഥങ്ങൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളതുണ്ട്. പക്ഷെ അത് സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ അതിനകത്ത് എന്താ കാണുമെന്നറിയോ? ഒന്ന്, ശക്തമായ ലിബറേഷൻ തിയോളജിയുടെ സ്വാധീനം കാണും. ഞാൻ പുസ്തകങ്ങൾ എടുത്തൊന്നും പറയുന്നില്ല, പക്ഷെ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ചില ഗ്രന്ഥങ്ങളെന്ന് ഞാനങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാക്കാവുന്നതൊക്കെ ഉള്ളൂ. അത് ആരെഴുതിയാന്നും പറയണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് പലപ്പോഴും അത് ഭയങ്കരമായ ലിബറേഷൻ തിയോളജിയുടെ, വിമോചന ദൈവശാസ്ത്രത്തിന്റെ ബഹിസ്ഫുരങ്ങൾ ഉണ്ടാവും. അതുപോലെ ഹ്യൂമനിസം ഭയങ്കരമായിട്ട്, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായി, മനുഷ്യനാണ് ഇതിന്റെ, മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ ഇടപെടലുകൾ, മനുഷ്യ ബന്ധങ്ങൾ, അവന്റെ സ്വസ്ഥത, അവന്റെ ശാന്തത, അവന്റെ സമാധാനം, അവൻ മനുഷ്യൻ കുറച്ചുകൂടെ നിനക്ക് നന്നായി ജീവിക്കാൻ പറ്റില്ലേ, കുറച്ചുകൂടെ മിഴിവോടെ അവനെ കാണാൻ പറ്റും, പുതിയൊരു വെളിച്ചത്തിൽ നിനക്ക് നിന്റെ സഹോദരനെ കാണാൻ പറ്റും, അതങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ തുടങ്ങുന്ന ഇതെല്ലാം കൂടെ വായിച്ചിട്ടൊന്ന് മാറി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു അറിയാമോ? എ ന്യൂ ക്രിസ്ത്യൻ ആർട്ട് ഓഫ് ലിവിങ് എന്ന് തോന്നും. ഈ നോർത്ത് ഇന്ത്യയൊക്കെ കേന്ദ്രമാക്കിയുള്ള ആൾദൈവങ്ങൾ പ്രഘോഷിക്കുന്നത് പലപ്പോഴും ഈ പറഞ്ഞ ആർട്ട് ഓഫ് ലിവിങ് ആണ്. ആർട്ട് ഓഫ് ലിവിങ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഭൂമിയിൽ അങ്ങ് ചന്തത്തിൽ ജീവിക്കാം എന്നാണ്. എങ്ങനെ ഈ ഭൂമിയിൽ കുറച്ചുകൂടി ഒന്ന് രസകരമായി ജീവിക്കാം, എങ്ങനെ മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്താതെ ജീവിക്കാം, എങ്ങനെ പ്രശാന്തമായി കടന്നു പോകാം, ഒരു പുഴ പോലെ ഒഴുകി പോകാം എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു രസമല്ലേ? അങ്ങനെ ജീവിക്കാനുള്ള കുറച്ച് ടിപ്സ് പറയുന്ന ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ഗ്രന്ഥം. ദിസ് ഈസ് absolutely focused towards eternal life. ഈ ഭൂമിയിൽ വരാനിരിക്കുന്ന യുഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന, ദൈവത്തോട് ഉന്മുഖമായിരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന, അത് ആ ജീവിതം ഒട്ടും അനായാസമല്ല എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് ആ പ്രഭാഷണങ്ങൾ, ഇപ്പൊ വൈദികരുടെ ആവട്ടെ, സുവിശേഷ പ്രഘോഷകരുടെ ആവട്ടെ പ്രഭാഷണങ്ങൾ വെറും വാചക കസർത്തുകളായി തീരരുത്, ഒരു ഫിലോസഫിയുടെ അവതരണമായി അവസാനിക്കരുത്, അവനവന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ഒരു പ്രഘോഷണമായി അവസാനിക്കരുത്, ഒരു അനുദിന ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുന്ന ഒരു ആർട്ട് ഓഫ് ലിവിങ് അവതരിപ്പിക്കുന്ന പുസ്തകങ്ങളൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു പ്രഭാഷണമായി അവസാനിക്കരുത്. പകരം ദൈവവചന അവതരണവും വിശദീകരണവും ആയിരിക്കണം. വചനത്തെ പകർന്നു കൊടുക്കണം.
സുവിശേഷങ്ങളെ അറിയിക്കണം, സുവിശേഷം അറിയിക്കണം, എന്നിട്ട് അതിനെ സഭയുടെ പാരമ്പര്യത്തിൽ വിശദീകരിക്കണം. വചനത്തെ അറിയിക്കണം, വചനത്തെ തിരുസഭയുടെ പാരമ്പര്യത്തിൽ വിശദീകരിക്കണം. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അതായത് ഇതൊന്നും മാത്രം പോരാ. ചിലപ്പോഴങ്ങനെ സംഭവിക്കും. ചിലപ്പോഴൊക്കെ സുവിശേഷ പ്രഘോഷണ വേദികളിലൊക്കെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലര് വചനം പറയുക, ഇടക്കാലത്തുണ്ടായ ഒരു ഇതായിരുന്നു, വചനം പറയാൻ വേണ്ടി. അപ്പൊ എന്ത് ചെയ്യും? വചനഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടിരിക്കും. ചുമ്മാ അങ്ങനെ വചനം ഇങ്ങനെ പറയുന്നു, വചനം ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഉദ്ധരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെറുതെ ഉദ്ധരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. വചനം എന്താണ് സംസാരിക്കുന്നത് എന്ന്, എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് തിരുസഭയുടെ പ്രബോധനത്തിന്റെയും തിരുസഭാ ജീവിതത്തിന്റെയും വെളിച്ചത്തിൽ വിശദീകരിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം. വചനത്തെ കോട്ട് ചെയ്യേണ്ടടുത്ത് കോട്ട് ചെയ്യണം. അല്ലാതെ വെറുതെ കുറച്ച് വചനഭാഗങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. പകരം വചനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കോട്ട് ചെയ്യണം. പക്ഷെ അതോടൊപ്പം സഭയുടെ സജീവ പാരമ്പര്യത്തിൽ ആ വചനത്തെ വിശദീകരിക്കണം. അപ്പോ ഒരു എക്ലസിയോളജിക്കലായിട്ടുള്ള സഭാത്മകമായ പ്രഘോഷണമാണ് അൾത്താരകളിൽ, വചന പ്രഘോഷണ വേദികളിൽ നടക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ഭാഗങ്ങൾ ഉദ്ധരിക്കുക എന്നുള്ളതല്ല, സഭയിൽ ജീവിക്കുന്ന വചനത്തെ, തിരുസഭാ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന വചനത്തെ, ഒപ്പം അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ എന്നതുപോലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വചനത്തെ അറിയിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ അവസാന ഭാഗമാണ്, അതിന്റെ ഒരു അവസാന ഭാഗത്ത് ഒരു കൺക്ലൂഡിങ് ഏരിയയിൽ വരേണ്ട ഒരു 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 5 to 10% ഏരിയയാണ്. അത് നിന്റെ ലൈഫിൽ കോൺക്രീറ്റ് ആയിട്ട് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള റെഫറൻസ്. അത് വേണ്ടെന്നല്ല എൻ്റെ അർത്ഥം, അത് വേണം. അത് പക്ഷെ അവസാനത്തിലാണ്. പക്ഷെ ആ പ്രസംഗം മുഴുവനും, പ്രഘോഷണം മുഴുവനും ഈ ജീവനത്തിനുള്ളതായി തീരരുത്. അതൊരു ചില ആളുകളൊക്കെ പറഞ്ഞില്ലേ, ജീവിതഗന്ധിയായിട്ട് വല്ല പ്രസംഗിച്ചാ, അല്ലാണ്ട് ഇങ്ങനത്തെ തിയറിയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ശരിയോ? ജീവിതഗന്ധിയായിട്ടല്ല വചനത്തെ പ്രഘോഷിക്കേണ്ടത്, പകരം നിത്യജീവിതഗന്ധിയായിട്ടാണ്. നിത്യജീവിതഗന്ധിയായിട്ടാണ് വചനത്തെ പ്രഘോഷിക്കേണ്ടത്. അല്ലാണ്ട് ഈ ജീവിതത്തിന് ഉപകരിക്കാനാണെങ്കിൽ വേറെ എന്തെല്ലാം പരിപാടിയുണ്ട്? അതിനിപ്പോ കർത്താവിത്ര ഇടപെടണമെന്നുണ്ടോ? നിത്യജീവിതത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കാൻ ഇതെങ്ങനെ ഉപകാരപ്പെടും എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായും അതിനകത്ത് മാനുഷിക മൂല്യങ്ങളൊക്കെ അതിനകത്ത് വരില്ല എന്നൊന്നും അല്ല ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അതൊക്കെ വരും, പക്ഷെ അത് നമ്മുടെ ഫോക്കസ് ആകരുത് എന്നാണ്. മിശിഹ എന്ത് പഠിപ്പിച്ചിരിക്കുന്നു, എന്ത് നമുക്ക് തന്നിരിക്കുന്നു, അത് പഠിപ്പിക്കാൻ, സുവിശേഷം അറിയിക്കാനുള്ളതാണ് വചന പ്രഘോഷണ വേദികൾ. അല്ലാതെ നമ്മുടെ പ്രവർത്തന ശൈലികൾ ക്രമപ്പെടുത്താനായിട്ട്, അഥവാ നമ്മുടെ മാനുഷിക വ്യാപാരങ്ങളുടെ കുറച്ചുകൂടെ മനോഹാരിതയ്ക്ക്, ഒരുമിച്ചിരുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര രസമായിരിക്കും, നിങ്ങൾ എന്തോ അങ്ങനെ തുടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അമ്മായിയമ്മ മരുമകള്, സോഷ്യൽ റിലേഷൻഷിപ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോഴൊക്കെ കുറച്ചൊരു പിക്നിക്കൊക്കെ പോകും, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കാതെ കുറച്ചെങ്ങനെ കിടന്ന്, ഇങ്ങനെ തുടങ്ങുന്ന മനുഷ്യനെ ഹൈലൈറ്റ് ചെയ്യുന്ന, മനുഷ്യനിലേക്ക് മാത്രം എത്തി നിൽക്കുന്ന മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു പ്രഘോഷണമല്ല തിരുസഭ ആഗ്രഹിക്കുന്നത്. അത് ദൈവകേന്ദ്രീകൃതമാണ്. ദൈവോന്മുഖമാണെങ്കിൽ അത് മനുഷ്യനിലേക്ക് തിരിച്ചു വരും, മനുഷ്യനെ അത് പ്രകാശിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ മുഖത്ത് നോക്കി സ്വയം പ്രകാശിതരാകാൻ നമ്മളെ സഹായിക്കുന്ന വിധത്തിലായിരിക്കണം അത് എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് അവ സഭാപരമായ എല്ലാ പ്രഘോഷണങ്ങളും, അടുത്തത് ക്രൈസ്തവ വിശ്വാസം തന്നെയും, ക്രിസ്ത്യൻ റിലീജിയസ് ലൈഫ് ഇറ്റ്സെൽഫ് വിശുദ്ധ ലിഖിതങ്ങളാൽ പരിപോഷിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. അവ പരിപോഷിക്കപ്പെടേണ്ടത്, എൻറിച്ച് ചെയ്യപ്പെടേണ്ടത്, ക്രിസ്ത്യൻ വേ ഓഫ് ലിവിങ് എൻറിച്ച് ചെയ്യപ്പെടേണ്ടത് സുവിശേഷത്താലാണ്, വിശുദ്ധ ഗ്രന്ഥത്താലാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ലൈഫും. ഇനി അടുത്തത് എന്തെന്നാൽ വിശുദ്ധ ലിഖിതങ്ങളിലാണ് സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളെ അത്യന്ത സ്നേഹത്തോടെ നിരന്തരം കണ്ടുമുട്ടുന്നതും അവരോട് സംസാരിക്കുന്നതും. അതായത് ഒരു ഡേ ടു ഡേ ലൈഫിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളിലാണ് എന്ന് തിരിച്ചറിയുക. എന്തെന്നാൽ വിശുദ്ധ ലിഖിതങ്ങളിലാണ് സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളെ അത്യന്ത സ്നേഹത്തോടെ നിരന്തരം കണ്ടുമുട്ടുന്നതും അവരോട് സംഭാഷിക്കുന്നതും. അതുകൊണ്ട് മിശിഹായോടുള്ള, പിതാവായ ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനെ പരിഭാഷപ്പെടുത്താവുന്നത് വചനം വായിക്കാനും ഗ്രഹിക്കാനുമുള്ള ആഗ്രഹം എന്ന വിധത്തിലാണ്. വചനം ഉൾക്കൊള്ളാനുള്ള ദാഹമാണ് സത്യത്തിൽ ആ സ്നേഹം. അതായത് ഒരു കുഞ്ഞിന് അപ്പന്റെ അടുത്തിരുന്ന് അപ്പനെ കേൾക്കാനുള്ള ദാഹവും ആഗ്രഹവുമാണ് സ്നേഹം എന്ന് പറയാമെങ്കിൽ, വചനം വായിക്കാൻ എന്ന് പറയരുത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വചനം ഭക്ഷിക്കാനും വചനം ജീവിക്കാനുമുള്ള ഒരു ദാഹമാണ് ഈ പറയുന്ന ദൈവസ്നേഹം എന്ന് പറയുന്ന കാര്യം. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് തിരിച്ചോടിപ്പിക്കുക. എന്നിട്ട് തുറന്നു പറയാണ്, സഭയുടെ പോഷണവും ശക്തിയും
മൂന്നാല് കാര്യങ്ങൾ എടുത്തു പറയാണ്. ഈ വചനത്തിനകത്ത് എന്താ, വചനത്തിന്റെ വചനം സോഴ്സ് എനിക്ക് എന്തിനൊക്കെയാണ്? ഒന്ന്, സഭയുടെ പോഷണവും ശക്തിയും വചനത്തിൽ നിന്നാണ്. ഒന്നാമത്തെ കാര്യം, സഭ പോഷിപ്പിക്കപ്പെടുന്നത്, അത് ശക്തി പ്രാപിക്കുന്നത് തിരുവചനത്തിൽ നിന്നാണ്. അതുകൊണ്ട് വചനത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സഭയ്ക്ക് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. പലപ്പോഴും വചനത്തെ അവഗണിക്കുകയും സോഷ്യൽ വർക്കിനെയോ സോഷ്യൽ ടീച്ചിങ്സിനെയോ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഉചിതമല്ല എന്ന് പറയാൻ ബാക്കിയൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഉദാഹരണത്തിന് പ്രകൃതി സംബന്ധമായ പ്രഘോഷണങ്ങൾ, ടീച്ചിങ്സ് നമുക്ക് വേണം, സ്വാഭാവികമായിട്ടും വേണം. മാനുഷിക വ്യാപാരങ്ങളെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ രാജ്യാന്തര ബന്ധങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന പ്രബോധനങ്ങൾ നമുക്ക് വേണം. ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ തിരുസഭയുടെ പ്രബോധനത്തിന്റെ കേന്ദ്രം എപ്പോഴും നേരിട്ട് ദൈവവും ദൈവവചനവുമായിരിക്കണം. അതിനെ മറികടക്കുന്ന തരത്തിലുള്ള, ഇപ്പൊ ഇതൊക്കെ മോഡേൺ തിയോളജിക്കൽ സർക്കിളിലൊക്കെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തു വരുന്നത് ഇമാതിരി കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു നേച്ചർ തിയോളജി, പരിസ്ഥിതി ദൈവശാസ്ത്രം, ഇതൊന്നും മോശമാണെന്നല്ല, പക്ഷെ അതൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിലൊക്കെ പറയേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ മനുഷ്യ ബന്ധങ്ങളെ കുറിച്ചുള്ള, ലെസ്ബിയൻ അവർക്കുള്ള കെയർ തുടങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ അതിന്റെ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിന്റെ സമാപനത്തിൽ ഒരു പാരഗ്രാഫ് ഒക്കെ ആഡ് ചെയ്തിട്ട് പറയുക എന്നതിന്റെ അപ്പുറത്ത് നേരിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടരുത്. കാരണം തിരുസഭ തന്നെ പഠിപ്പിക്കുകയാണ്, സഭയുടെ പോഷണവും ശക്തിയും ദൈവവചനത്തിൽ നിന്നാണ്. വചനകേന്ദ്രം, ആ വചനത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വേണേൽ വ്യാഖ്യാനിക്കാം, ആ വചനത്തിൽ പറയുന്നതല്ല സൃഷ്ടിയെക്കുറിച്ച്, അതുകൊണ്ടാണ് അതിനെ ഒക്കെ ശരിയാണ്, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതുമില്ല. പക്ഷെ അതിന്റെ ഫോക്കസ് മാറിപ്പോകരുത് എന്നാണ് ഈ പറഞ്ഞത്. ഒന്ന്, സഭയുടെ പോഷണ ശക്തി. രണ്ട്, സഭാമക്കളുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് വചനത്തിൽ നിന്നാണ്. വിശ്വാസത്തിന്റെ ഉറപ്പ് ദൈവവചനത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം പരിശുദ്ധാത്മാവ് ദൈവിക വെളിപാടിനെ ലിഖിത രൂപത്തിലാക്കിയിരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് അത് തന്നെയാണ്. അടുത്തത്, ആത്മാവിന്റെ ഭക്ഷണം വിശുദ്ധ ഗ്രന്ഥമാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, വചനം ഭക്ഷിക്കണം. ഈ ആത്മാവിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് ദുർബലമായി കഴിഞ്ഞാൽ അതിന്റെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും, അതിന്റെ ശക്തി കെട്ടുപോകും. എന്നിട്ട് എന്തുണ്ടാവും? അത് ദുർബലമാവുകയും മരിക്കുകയും ചെയ്യും. പല ആളുകളും ഇപ്പൊ ഈ ഇമ്മ്യൂണിറ്റി ലോസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടൽ. എന്ത് പറ്റും? അയലോകത്തൂടെ ഒരു വൈറസ് പോയാൽ ഇയാളുടെ മേത്ത് കയറി പിടിക്കും ചില ആൾ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ നമ്മളെ കയറ്റി കാണിക്കത്തൊന്നുമില്ല. കാരണം നമ്മളെ മരുന്നേലും വൈറസാണ്, നമ്മളെപ്പറ്റി അറ്റാക്ക് ചെയ്യണമെന്നില്ല, പക്ഷെ അത് അവരെ കയറി അറ്റാക്ക് ചെയ്താൽ അത് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്ന അതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? എനർജി നഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ഊർജ്ജം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതായത് ഒരാൾക്ക് ശക്തി ക്ഷയിക്കുമ്പം ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകും. ശക്തി ഉണ്ടാവാനായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചൊക്കെയാണ് ശക്തി നേടുകയൊക്കെ ചെയ്യുന്നത്. എന്നതുപോലെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ, ആത്മാവിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ വചനം ഭക്ഷണമായി കൊടുക്കുക എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. ആത്മാവിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആത്മാവ് ചെറിയ പ്രലോഭനത്തിൽ പാപത്തിൽ വീണു പോകാതിരിക്കാനുള്ള ശക്തി ഉണ്ടാവാൻ, ആത്മാവ് ഏതെങ്കിലും ഒരു ചെറിയൊരു വികല പ്രബോധനം കേൾക്കുമ്പം ഉടനെ അങ്ങോട്ട് ചാഞ്ഞു പോകാതിരിക്കാൻ, വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടാകാനൊക്കെ ദൈവവചനം ഭക്ഷിക്കണമെന്നാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഏറ്റു ഭക്ഷിക്കാം, അത് പ്രഘോഷിക്കുന്നിടത്തുനിന്നും ഭക്ഷിക്കാം. ഈ സ്ഥലത്ത് നിന്നെല്ലാം ഭക്ഷിക്കണം. ബൈബിൾ ഞാൻ വായിക്കണം, അതുകൊണ്ട് എനിക്കൊരു പ്രസംഗം ആരും കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ കയ്യിലേ ബൈബിൾ ഉണ്ട്, എനിക്കൊണ്ട് വേറൊരു ഭക്ഷണം ആവശ്യമില്ല, എനിക്ക് വേറൊരു സ്ഥലം കേൾക്കേണ്ട ആവശ്യം, എൻ്റെ കയ്യിൽ നേരിട്ട് ബൈബിൾ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആളോട് അത് ശരി, ചേട്ടന്റെ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടെന്ന് കരുതി വേറൊരു ഭക്ഷണം കഴിക്കില്ല എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ? ചോറുണ്ട് അതുകൊണ്ട് കറിയൊന്നും കൂട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനെ സ്വാദിഷ്ടമാക്കുന്ന, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മേഖലകളിലേക്കും കൂടെ പോകുമ്പോഴാണ് നമ്മിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. കാരണം വചനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതിന് നമ്മൾ അടുത്ത ക്ലാസ് സംസാരിക്കുകയായിരിക്കുന്നു, അതിന് വ്യാഖ്യാനം കൂടി ആവശ്യമുണ്ട്. ഇപ്പം ഒരു ഹാർഡായിട്ടുള്ള ഒരു ഫുഡിനെ നമ്മൾ പൊടിച്ചിട്ടൊക്കെയല്ലേ ഭക്ഷിക്കുക അല്ലെ? പിള്ളേർക്ക് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ആക്കി തരികയും കൂടെ, അല്ലാണ്ട് എൻ്റെ ഒരു ഫുഡ് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അതുകൊണ്ട് ആത്മാവിന്റെ ഭക്ഷണമാണത്. അടുത്തത്, ആധ്യാത്മിക ജീവിതത്തിന്റെ ശുദ്ധവും ശാശ്വതവുമായ ഉറവിടവുമാണ് വചനം. ആധ്യാത്മിക ജീവിതത്തിന്റെ ശുദ്ധമായ പ്യുവർ ആയിട്ടുള്ള സോഴ്സാണ്. രണ്ടാമത്തത് ശാശ്വതമായ സോഴ്സാണ്. അതായത് ഒരു എറ്റേണൽ, നിത്യമായ ഉറവിടമാണ്. ഒന്നാമത് അതിന്റെ പ്യുവർ സോഴ്സാണ്, രണ്ടാമത് എറ്റേണൽ സോഴ്സാണ് വചനം. അങ്ങനെ ഉയർന്നു നിൽക്കാൻ തക്കവിധം കഴിവും ചൈതന്യവുമാണ് ദൈവവചനം സമൂഹിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ ആയിരിക്കാൻ, സഭയുടെ പോഷണവും ശക്തിയുമായിരിക്കാൻ, സഭാമക്കളുടെ വിശ്വാസത്തിന്റെ ഉറപ്പായിരിക്കാൻ, ആത്മാവിന്റെ ഭക്ഷണമായിരിക്കാൻ, ആധ്യാത്മിക ജീവിതത്തിന്റെ
പ്യുവർ ആൻഡ് എറ്റേണൽ സോഴ്സായിട്ട് ഉയർന്നു നിൽക്കാൻ തക്കവിധം കഴിവും ചൈതന്യവുമാണ് ദൈവവചനം സംവഹിക്കുന്നത് എന്ന് തിരുസഭ നൂറ്റാണ്ടുകളിലൂടെ ബോധ്യപ്പെട്ട് തൻ്റെ തനയരോട് പ്രഖ്യാപിക്കുകയാണ്. അത് വിശ്വസിക്കണം, അത് വിശ്വസനീയമാണ്, വിശ്വാസയോഗ്യമാണ്. അതുകൊണ്ട് വചനത്തെ കുറച്ചുകൂടെ തീവ്രമായി സംവഹിക്കാൻ, ഭക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് ഇന്നത്തെ ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അതിനാൽ ദൈവവചനത്തെക്കുറിച്ച് തികച്ചും അന്വർത്ഥമായ വചനങ്ങളാണ് താഴെ കൊടുക്കുന്നത്. 2 വചനങ്ങളാണ്. ഒന്നാമത്തെ ഹെബ്രായ ലേഖനം 4:12 തിരുസഭയുടെ പ്രബോധനത്തിന്റെ ഭാഗമായിട്ട് എഴുതിയേക്കാണ്. 4:12 അതെങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ദൈവത്തിന്റെ വചനം സജീവമാണ്, അതായത് ജീവൻ വഹിക്കുന്നതാണ്, ജീവദായകമാണ്, അതിൽ തന്നെ ജീവനുള്ളതാണ്. അതായത് ജീവനുള്ളവയെ ഭക്ഷിക്കുമ്പോൾ നിനക്ക് ജീവൻ ഉണ്ടാകും. നീ ജീവൻ ഭക്ഷിച്ചാൽ നിന്നിൽ ആത്മീയ ജീവൻ ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സജീവമാണ്, അഥവാ ജീവിക്കുന്നതാണ്, ലിവിങ് ആണ്, ഒരു ഡെഡ് റിയാലിറ്റി അല്ല. ഒരു ചരിത്രത്തിൽ എവിടെയോ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിനകത്ത് കിടക്കുന്ന ഡെഡ് ലെറ്റേഴ്സ് അല്ല. ദേ ആർ ലിവിങ് വേർഡ്സ്, ലിവിങ് വേർഡ്സ് ആണ്. അതുകൊണ്ട് അവ സജീവമാണ്. രണ്ടാമത്തേത് ഊർജ്ജസ്വലവുമാണ്, അതായത് എനർജി നൽകുന്നതാണ്, ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതാണ്, മനുഷ്യ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതാണ്, സ്വർഗത്തിലേക്ക് നടക്കുന്ന ഒരു പാഥികന്റെ പാദങ്ങൾക്ക് ഉറപ്പുകൊടുക്കുന്നതാണ് വചനം. രണ്ടാമത്തെ വചനഭാഗം അപ്പോസ്തല പ്രവർത്തനം 20:32 1 തെസ്സലോനിയ 2:13 കൂടെ ക്ലബ് ചെയ്തിട്ട് തിരുസഭ ഇങ്ങനെ ഡോക്യുമെന്റിൽ എഴുതും: നിങ്ങളെ പടുത്തുയർത്താനും വിശുദ്ധീകൃതരായ സകലുടെയും ഇടയിൽ നിങ്ങൾക്ക് അവകാശം തരാനും കഴിയുന്ന അവിടുത്തെ കൃപയുടെ വചനമാണ്. അത് കൃപയുടെ വചനമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരാനും നിങ്ങളെ പടുത്തുയർത്താനും സഹായിക്കും. വിശുദ്ധരെ പടുത്തുയർത്താൻ വചനം സഹായിക്കും. രണ്ടാമത് വിശുദ്ധീകൃതരായ ജനത്തിനിടയിൽ അഥവാ വിശുദ്ധരുടെ ഇടയിൽ നിങ്ങൾക്ക് അവകാശം തരാനും കഴിയുന്ന ദൈവത്തിന്റെ കൃപയുടെ വചനമാണ് വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ഞാൻ 4-5 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്നാമത്തെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്താ വിഷമിക്കണം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പറഞ്ഞതിന്റെ തുടർന്ന ഭാഗങ്ങൾ നമ്മൾ പറയും. ഇന്ന് നമ്മൾ ഈ കാര്യം മാത്രം ഓർക്കും. നമ്മൾ ഒത്തിരി പ്രചോദിപ്പിക്കണം. വെറുതെ ഒരു കൊള്ളാവുന്ന ഒരു ബുക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു 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 പ്രസിദ്ധമായ ഒരു പുസ്തകം പോലെയോ അല്ലെങ്കിൽ ഭയങ്കര ഗഹനമായ വലിയ രഹസ്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു പുസ്തകം പോലെയൊന്നും അല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് മിശിഹായുടെ ശരീരമാകുന്ന വിശുദ്ധ കുർബാനയോടും തിരുസഭയോടും എന്തുതരം ആദരവുണ്ടോ അതേ ആദരവ് ഈ പുസ്തകമായി രൂപപ്പെടുത്തി തന്നിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തോട് നമ്മൾ കാണിക്കണം. അത് കാണിക്കും. അങ്ങനെ കാണിച്ചാൽ എന്തുണ്ടാവുന്ന അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നറിയാമോ? പരിശുദ്ധാത്മാവ് രചിച്ച, പരിശുദ്ധാത്മാവ് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത, പരിശുദ്ധാത്മാവിന്റെ കത്തായിരിക്കുന്ന, പരിശുദ്ധാത്മാവ് സജീവമായി വസിക്കുന്ന ഈ ഗ്രന്ഥത്തെ സ്നേഹിക്കുന്നവരെ പരിശുദ്ധ റൂഹായും സ്നേഹിക്കും. ഞാനിത് ഓരോ ഘട്ടത്തിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഏറ്റവും സ്നേഹിക്കുന്ന വിശുദ്ധ കുർബാന, പരിശുദ്ധാത്മാവ് പുറന്നിറങ്ങി വന്ന് അതിനെ എപ്പിക്ലേസിസിലൂടെ പൂർത്തീകരിക്കുന്ന വിശുദ്ധ കുർബാനയോടുള്ള ആദരവും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ട ആളുകളാക്കി നമ്മളെ മാറ്റും. രണ്ടാമത്, പരിശുദ്ധാത്മാവ് ആ ശരീരത്തിന്റെ ആത്മാവായിരിക്കുന്ന, നമ്മൾ CCCയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ അവയവങ്ങൾക്ക് അവന്റെ ആത്മാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന് അഥവാ തിരുസഭ ആകുന്ന ഗാത്രത്തിന് പരിശുദ്ധാത്മാവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആത്മാവിന്റെ ആലയമാകുന്ന തിരുസഭാ ഗാത്രത്തോടുള്ള സ്നേഹം പരിശുദ്ധാത്മാവിന്റെ പ്രിയപാത്രങ്ങളാകാൻ, പ്രീതിപാത്രങ്ങളാകാൻ നമ്മളെ സഹായിക്കും. ഇന്ന് അതിന്റെ മൂന്നാമത്തെ ഏരിയ പറയുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള സ്നേഹം, ആദരവ്, ബഹുമാനം. അതിനെ റവറൻസോടുകൂടെ സ്വീകരിച്ച് കൊണ്ടു നടക്കുകയും അതിനെ ഭക്ഷിക്കുകയും ചെയ്യുന്നവരോട് പരിശുദ്ധാത്മാവിന്, ദിവ്യ റൂഹായിക്ക് വല്ലാത്ത ഒരു ബന്ധം ഉണ്ടായിരിക്കും. പരിശുദ്ധ റൂഹ അതിനെ അങ്ങനെ കാണുന്നവരെ വലുതായി കരുതും. അപ്പൊ അങ്ങനെ നമുക്ക് ദൈവത്തോട്, പിതാവ് മക്കളോട് സംസാരിക്കുന്ന ആ വാക്കുകൾ, പിതാവിന്റെ മക്കളോടുള്ള സംഭാഷണം ശ്രവിക്കാനും അവതരിച്ച വചനമാകുന്ന മിശിഹായെ തന്നെ കണ്ടുമുട്ടാനും അതിലെ രൂപീകരിച്ച് അതിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അറിയാനും അങ്ങനെ ത്രിത്വൈക ദൈവത്തോട് ഐക്യത്തിലായിരിക്കാനും വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള സ്നേഹവും ആദരവും അതിന്റെ പാരായണം എന്ന് പറയപ്പെടുന്ന ഭക്ഷിക്കലും നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. മുൻപുള്ള ഒരു എപ്പിസോഡിന്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ സംശയം. അതായത് അപ്പം വർദ്ധിച്ചപ്പോൾ അത് 12 കൊട്ട എന്ന് പറഞ്ഞത് അതിന്റെ ഒരു പ്രതീകം പറഞ്ഞു. രണ്ടാമത് 7 എന്നുള്ളത് അതൊരു പൂർണ്ണത സംഖ്യയായിട്ടാണോ അതോ എന്തിനെങ്കിലും പ്രതീകം അതിനുണ്ടോ?
രണ്ടാമത് വർദ്ധിച്ചപ്പോൾ 7 കൊട്ട ഈ രണ്ട് നല്ലതുമാണ്. രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം അതിനകത്ത് തന്നെയുള്ള അർത്ഥമാണ്. രണ്ടാമത്തെ ഒരു ആട്രിബ്യൂട്ടഡ് മീനിങ് ആണ്. ആദ്യം അതിനകത്ത് തന്നെയുള്ള അർത്ഥത്തെക്കുറിച്ച് പറയാം. അകത്ത് തന്നെ അർത്ഥം അത് ഇപ്പൊ പറഞ്ഞതുപോലെ പൂർണ്ണതയുടേതാണ്. അതായത് സമൃദ്ധിയുടെ അങ്ങേ അറ്റം വരെ. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ മന്ന അത് താൽക്കാലിക ജീവൻ നൽകുന്നതായിരുന്നു, അഥവാ മനുഷ്യ ജീവനെ തുടരാൻ സഹായിക്കുന്നതായിരുന്നു. അവ നിഴലായിരുന്നു. പഴയ നിയമത്തിലെ മന്ന നിഴലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഇനി സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ആ അപ്പം അത് അത് പരിമിതികളില്ലാത്തതാണ്, അത് പരിധികളില്ലാത്തതാണ്. അത് ഈ ഭൂമിയും കടന്ന് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയുന്ന വിധത്തിൽ, അതിനെയും കൂടെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ നിറവുള്ളതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഒന്നാമത് ഇത് 7 കുട്ട നിറയെ എന്നുള്ള പരാമർശം അവിടെ വരുന്നത്. രണ്ടാമത്തത് അത് യുഗാന്ത്യം വരെ നിലനിൽക്കുന്നതാണ് എന്നൊരു സൂചനയും അതിനകത്തുണ്ട്. അതായത് 7-ാം ദിവസത്തെ വിശ്രമത്തിലേക്ക് കൂടെ നയിക്കുന്ന, 6 ദിവസങ്ങളിലൂടെ സൃഷ്ടിച്ച് 7-ാം ദിവസത്തെ വിശ്രമത്തിലേക്കൂടെ നയിക്കുന്ന ആ ധ്വനിയും അതിനകത്തുണ്ട്. അതാണ് അതിനകത്തുള്ള ഒരു ഇൻഹെറന്റ് മീനിങ് എന്ന് പറയാവുന്നത്. രണ്ടാമത്തെ ആട്രിബ്യൂട്ടഡ് ആണ്. അത് കുറച്ചുകൂടെ നമുക്ക് 7 കുട്ട നിറയെ എന്ന് പറയുമ്പം 7 എന്ന് പറയുന്ന വാക്ക് ഇപ്പൊ 7 കൂദാശകളെ സൂചിപ്പിക്കുന്നുണ്ടാകും. അതുപോലെ അങ്ങനെ അങ്ങനെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ അതിന്റെ ഇന്റേണൽ മീനിങ് അതിന്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്, അതിന്റെ നിത്യതയെ സൂചിപ്പിക്കുന്നതാണ്, അതിന്റെ അപരിമേയമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതൊക്കെയാണ്. അങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ ഒരു ചെറിയ ഈ പിന്നെ ഈ വിശുദ്ധ പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മറ്റൊരു സുഹൃത്ത് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം, അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആദിയിൽ വചനമുണ്ട്, ആദിയിലുള്ള വചനത്തെ നിങ്ങൾ ഈ കുത്തിക്കെട്ടിയ ബൈബിളിന് ശേഷം മാത്രം ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാരമ്പര്യം ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നതിന് തുല്യമോ വചനത്തെ ലിമിറ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്ന്. ഒരു വ്യക്തമായ ആൻസർ എനിക്കില്ലായിരുന്നു. പാരമ്പര്യത്തെ കുറിച്ച് നല്ലോണം അച്ഛന്റെ പഠനത്തിൽ മനസ്സിലായി. പക്ഷെ ആദിയിൽ വചനം ഉണ്ടായത്, ആ വചനത്തെ നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. ആദ്യം തന്നെ തിരിച്ചു പറയാവുന്നത്, അപ്പൊ നിങ്ങൾ വീണ്ടും ലിമിറ്റ് ചെയ്യുകയാണ് ആ വചനത്തെ ഒരു പുസ്തകത്തിനകത്തേക്ക് ചുരുക്കുമ്പോൾ, അല്ലേ? സോളാ സ്ക്രിപ്റ്റുര എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റുകാര് അതിനേക്കാൾ ലിമിറ്റ് ചെയ്യാനുള്ള ശ്രമമല്ലേ നടത്തുന്നത്. അവര് സഭയിൽ മൊത്തത്തിൽ, അഥവാ ആ ജീവിതത്തിൽ മുഴുവനും ജീവിച്ച വചനത്തിനെയും ചുരുക്കിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും മുറിച്ചെടുത്തിട്ട് എഴുതപ്പെട്ടവ മാത്രമാണ് ഇത് എന്ന് പറയുന്ന, അപ്പൊ അതിനേക്കാളും ചുരുക്കിയില്ലേ. ഇനി നമ്മൾ പറയേണ്ട വിശുദ്ധ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ രക്ഷാചരിത്രം മുഴുവനുമാണ്. അത് കൂടുതൽ വൈഡായി തുറന്നിടുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ പാരമ്പര്യത്തിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? വിശുദ്ധ പാരമ്പര്യത്തിനകത്ത് ഈ അവര് പറയുന്നത് പോലെ നമ്മൾ തുന്നിക്കെട്ടിയ ബൈബിൾ എന്ന് മാത്രമല്ല, ആ ബൈബിളും കൂടെ ഉൾക്കൊള്ളുന്ന ദൈവിക പ്രബോധനങ്ങളുടെ മിശിഹായിൽ സ്വീകരിച്ച സഭാജീവിതത്തിന്റെ ടോട്ടാലിറ്റി, അതാരംഭിക്കുന്ന പഴയ നിയമ കാലഘട്ടത്തിന്റെ ടോട്ടാലിറ്റി. ഇനി പഴയ നിയമ ജനതയെ എവിടുന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ദൈവ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട റിയാലിറ്റീസ്. ഇങ്ങനെ തുടങ്ങുന്നതെല്ലാം അനാദിയിലേ മുതൽ നിഴൽ പോലെ ആരംഭിച്ച് മിശിഹായിൽ സുവ്യക്തമായി 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന യുഗാന്ത്യം വരെ നിലനിൽക്കുന്ന ആ ദൈവിക രക്ഷാദൗത്യത്തിന്റെ സമഗ്രതയാണ് സത്യത്തിൽ ഈ ദ സേക്രഡ് ട്രഡീഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റുകാർ പലപ്പോഴും അതിനെ നമ്മൾ സാരമായി ആചരിച്ചു പോരുന്ന ചില കാര്യങ്ങളുടെ പിന്തുടർച്ച എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതിന്റെ അപ്പുറത്താണ് കർത്താവിന്റെ സ്വയം വെളിപ്പെടുത്തൽ പദ്ധതിയെ തന്നെയാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ മാത്രം എടുത്താൽ അപ്പൊ അതിനു മുമ്പ് മനുഷ്യാവതാരം ചെയ്ത ഈശോ എവിടെ? അല്ലേ? ഈശോ എവിടെ? ആ ഈശോയും കൂടി ഉൾപ്പെടണമല്ലോ. അതായത് മനുഷ്യാവതാരം എന്ന് പറഞ്ഞ റിയാലിറ്റിയും കൂടി ഉൾപ്പെടണമല്ലോ. എഴുതപ്പെട്ടതിന് ശേഷമുള്ള കാര്യം മാത്രം പോരല്ലോ. അപ്പൊ അങ്ങനെ അതെല്ലാം കൂടി ഉൾപ്പെടുന്ന, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർക്കുക, ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും, ഈശോയുടെ പ്രവൃത്തികളെ കുറിച്ചുള്ള നരേഷനാണ് ബൈബിളിലുള്ളത്. ആ പ്രവൃത്തികൾ തന്നെയും തുടരുന്നത്. ഉദാഹരണം വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന പ്രവൃത്തി, അതെവിടെയുള്ളത്? ബൈബിളിനകത്തല്ല ഇരിക്കുന്നത്, അത് സഭയിലാണ് നിലനിൽക്കുന്നത്. പൗരോഹിത്യം സ്ഥാപിച്ചു എന്ന പ്രവൃത്തി അത് സഭയിലാണ് നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ച് നരേഷൻ മാത്രമാണ് വിശുദ്ധത്തിൽ നിന്ന് കിട്ടാവുന്നത്. അപ്പൊ പാരമ്പര്യം എന്ന് പറയുന്ന വൈഡർ റിയാലിറ്റി കൂടാതെ റെവലേഷൻ പൂർണ്ണമാവുകയില്ല. റെവലേഷൻ സംഭവിച്ചിരിക്കുന്നത് ബൈബിളിനകത്തേക്കല്ല, ലോകത്തിലേക്കാണ്, സഭയിലേക്കാണ്, സ്ലീഹന്മാരിലേക്കാണ് വെളിപാട് നടന്നിരിക്കുന്നത്. അത് തുടരുന്നത് അവരുടെ പിന്തുടർച്ചയിലൂടെയാണ്. സഭാഗാത്രത്തിനകത്താണ് തുടരുന്നത്, ബൈബിളിനകത്തല്ല, ബൈബിളിനകത്ത് മാത്രമല്ല എന്നതാണ്. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഒരു ചെറിയ സംശയമാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ നിർവചനത്തില് നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മാവിന്റെ ഭോജനമായ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അടക്കിക്കൊള്ളുന്ന കൂദാശ. മനുഷ്യത്വം കൂടെ ഉണ്ടോ? അടക്കിക്കൊള്ളുന്ന കൂദാശയാണോ? തീർച്ചയായിട്ടും അതെനിക്ക് അതിന്റെ വരുന്ന കാരണം സംശയമാണ്. ഉദ്ധിതനായ മിശിഹ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്റെ സവിശേഷതകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അതായത് ഞാൻ ഇതിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന തിരുസഭയുടെ പ്രബോധനത്തിന്റെ മേഖലയിൽ നമ്മൾ ഉത്ഥിത ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈശോയുടെ മഹത്വീകൃത ശരീരം, ഉത്ഥിത ശരീരത്തെക്കുറിച്ച് CCC 645 നമ്മളിങ്ങനെ വായിക്കും. ഉത്ഥിതനായ ഈശോയുടെ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. അതിന്റെ ടൈറ്റിൽ തന്നെ ക്രിസ്തുവിന്റെ ഉത്ഥിതമായ മനുഷ്യത്വത്തിന്റെ അവസ്ഥ എന്നാണ്. ക്രിസ്തുവിന്റെ ഉത്ഥിതമായ മനുഷ്യത്വത്തിന്റെ അവസ്ഥ എന്നാണ്. അതായത് ഉത്ഥിതനായ മിശിഹായുടെ മനുഷ്യത്വം, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഉത്ഥിതനായ യേശു സ്പർശം, ഭക്ഷണത്തിൽ പങ്കുചേരുന്ന വഴി തന്റെ ശിഷ്യന്മാരുമായി നേരിട്ട് സമ്പർക്കം സ്ഥാപിക്കുന്നു. അങ്ങനെ താൻ ഭൂതമല്ലെന്ന് മനസ്സിലാക്കാൻ അവിടുന്ന് അവരെ ക്ഷണിക്കുന്നു. സർവോപരി താൻ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ കാണപ്പെടുന്ന പീഡാസഹനത്തിന്റെ അടയാളങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്ന ആ ശരീരം പീഡിതവും ക്രൂശിതവുമായ അതേ ശരീരം തന്നെയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനും അവിടുന്ന് അവരെ ക്ഷണിക്കുകയാണ്. അതേസമയം സത്യവും യഥാർത്ഥവുമായ ഈ ശരീരം മഹത്വപൂർണമായ ശരീരത്തിന്റെ പുതിയ ഗുണങ്ങളും കൂടിയുള്ളതാണ്. അതായത് പഴയ ഗുണങ്ങളും പുതിയ ഗുണങ്ങളും കൂടെ കൂടിച്ചേരുന്നതാണ് മഹത്വീകൃതമായ ഈശോയുടെ ശരീരം, വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാകുന്ന ഈശോയുടെ ശരീരം. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിനകത്ത് കുഴപ്പമില്ല. സ്തുതിയായിരിക്കട്ടെ. ഒരു ചെറിയൊരു ചോദ്യമാണ്. പറഞ്ഞല്ലോ, മാംസം ധരിച്ച വചനത്തിന്റെ ലിഖിത രൂപമാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പാസ്റ്റർ. മാംസം ധരിച്ച വചനത്തിന്റെ ലിഖിത രൂപമാണല്ലോ. അപ്പം ഈ പാരമ്പര്യവും വചനമാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലായില്ല. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചായിരുന്നു. അതുകൊണ്ട് ഞാനത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്ത മുൻ ക്ലാസ്സിൽ അതുണ്ട്. എന്നാലും ഞാനൊന്ന് ഒരു ഹിന്റ് മാത്രം പറയാം. അതായത് മിശിഹ ഭൂമിയിലേക്ക് വന്നത് ഒരു ബൈബിളിനകത്ത് കയറിയല്ല. ഞാൻ ആലങ്കാരികമായിട്ട് പറയണതാണ്. ഒരു ബൈബിളിനകത്ത് നിറഞ്ഞ് ഇങ്ങ് വരികയായിരുന്നില്ല. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വരികയായിരുന്നു. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി. മിശിഹ എന്ന ദൈവപുത്രൻ ഒരു ഗ്രന്ഥത്തിനകത്ത് ഉൾക്കൊള്ളാൻ മാത്രം ചെറുതല്ല. അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി. തന്നെ ഭൂമിയിൽ വെളിപ്പെടുത്തുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ സഭാഗാത്രത്തിന് ഒന്നടങ്കവും സ്വീകരിക്കാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. അത്രേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അന്ന് അപ്പസ്തലന്മാർ കണ്ടിരുന്നവർ പോലും സ്വീകരിച്ചത് പരിമിതമായിട്ടാണ്. പിന്നീടാണ് പരിശുദ്ധാത്മ ശക്തിയിൽ അവർക്കതിന്റെ വിവേചന ബോധമൊക്കെ ഉണ്ടായി വരും. അവനത് പറഞ്ഞിരുന്ന ഇപ്പോൾ ഓർത്തൊന്നും ഇതായിരുന്നു അതിന്റെ അർത്ഥമൊന്നും ഒക്കെ അവർ മനസ്സിലാക്കുന്നത് പിന്നീട് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടു കൂടെ പോലുമാണ്. അപ്പോൾ പോലും മനുഷ്യാസ്തിത്വത്തിന് എത്താൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ദൈവത്തിന്റെ ബ്രെയിൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ ആലോചനാ മേഖലയും മനുഷ്യന്റെ ആലോചനാ മേഖലയും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അവന്റെ പെർസെപ്ഷനും ദൈവത്തിന്റെ അപരിമേയമായ അനന്തജ്ഞാനവും ഒക്കെ ഭയങ്കര കടലും വെള്ളത്തുള്ളിയും പോലെ വ്യത്യാസപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പരിമിതി നമുക്കുണ്ട്. എങ്കിൽ പോലും ദൈവം ചെയ്തത് എന്താണ്? നമുക്ക് ആവശ്യമുള്ളത് തരിക എന്നതിനേക്കാൾ തന്നെ ഫുള്ളായിട്ട് അങ്ങ് റിവീൽ ചെയ്യാണ് ദൈവം ചെയ്തത്. അതുകൊണ്ടാണ് യുഗാന്ത്യം വരെ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത കിടക്കുന്നത്. യുഗാന്ത്യം വരെ പഠിച്ചാലും തീരാതിരിക്കുന്നത് അവിടുന്ന് ഫുള്ളായിട്ടൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മൾ വളരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അതായത് നമ്മളൊരു വെളിച്ചം ഫുള്ളുണ്ട്. ഞാൻ കണ്ണ് തുറക്കുന്നതനുസരിച്ച് അതനുസരിച്ച് കൂടുതൽ വെളിച്ചം ഉള്ളിലേക്ക് കയറും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യ വംശം വളരുന്നതിനനുസരിച്ച് ദൈവവചനം ഔട്ട്ഡേറ്റഡ് ആവുകയല്ല, ദൈവവചനം നമുക്ക് കൂടുതൽ വിശദമാവുകയും വ്യക്തമാവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും വലിയൊരു റിയാലിറ്റിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി ആ റിയാലിറ്റി മിശിഹ തന്നെയാണ്. മിശിഹായെ ഈശോ തന്നെ എന്ത് ചെയ്തു? തൻ്റെ ശരീരമാകുന്ന സഭയെ സ്ഥാപിച്ച് സഭയിലേക്ക് പകർന്നു. സ്ലീഹന്മാരെ ഇവർക്ക് നൽകി അവരാകുന്ന നെടുന്തൂണുകളിന്മേൽ തന്റെ സഭയെ സ്ഥാപിച്ചു. അങ്ങനെ തന്നെ യുഗാന്ത്യം വരെ തുടർന്നും വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ ആ വെളിപ്പാടിനെ നിലനിർത്താനോ അവിടുന്ന് സഭയെയാണ് സ്വീകരിച്ചത്. ആ സഭയിൽ വ്യതിരക്തമായി അസന്നിഗ്ധമായി നിലനിൽക്കേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഒന്ന് എഴുതുകയും ചെയ്തു. അപ്പോ മിശിഹായെ തന്നെ നൽകിയിരിക്കുന്ന ആ വൈഡർ ഏരിയയാണ് തിരുസഭ. അതിനകത്ത് സഭയുടെ മക്കൾ വഴി, പ്രവാചകന്മാർ സ്ലീഹന്മാർ വഴി പരിശുദ്ധാത്മാവ് അതിൽ പ്രസക്തമായതും കലർപ്പുണ്ടാകരുതുമായ സുപ്രധാന രഹസ്യങ്ങളെ അടുക്കിപ്പറക്കി നമ്മുടെ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായവയെ എഴുതി. അവർ തന്നെ പറയാൻ മുഴുവൻ എഴുതിയിട്ടില്ല എന്ന് പറയും.
അല്ലെ? അത് സാധ്യമല്ല. കാരണം ഈശോ ഒരു 3 വർഷം പ്രസംഗിച്ചത് മുഴുവനും എഴുതാനായിട്ട് ഈ 50 പേജുള്ള സുവിശേഷത്തിനകത്ത് നടക്കില്ലല്ലോ. അപ്പൊ അത്രയും വിപുലമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പാരമ്പര്യത്തിലാണ് മിശിഹ സമ്പൂർണനായിട്ടുള്ളത്. എന്നാൽ അതിനെ റീഡബിൾ ആയിട്ട് വ്യക്തമായിട്ട് അതിന്റെ ഒരു ജിസ്റ്റ് എന്നതുപോലെ നമുക്ക് ലഭ്യമാകും വിശുദ്ധ ഗ്രന്ഥത്തിൽ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കാൻ സഭ വേണം. ഇപ്പൊ ഉദാഹരണത്തിന് എന്നെക്കുറിച്ചൊരു ഗ്രന്ഥം എഴുതിയാൽ എന്നെ കൂടാതെ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റില്ലല്ലോ. എന്നെ അങ്ങ് അവഗണിക്കുന്നു, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ആ പുസ്തകത്തിൽ കാണുന്ന ഞാനെന്ന് അത് പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള, അപ്പൊ ശരിക്കും ജീവിച്ച എന്നെയും എന്നെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടവയും കൂടെ കൂടിച്ചേർന്നാലേ യഥാർത്ഥത്തിൽ എന്നെ മനസ്സിലാകും. എന്നതുപോലെ ശരിക്കും ജീവിക്കുന്ന, സഭയിൽ ഇന്നും ജീവിക്കുന്ന, കൂദാശകളിൽ ജീവിക്കുന്ന, കുർബാനയിൽ ജീവിക്കുന്ന, പ്രബോധനങ്ങളിൽ പൗരോഹിത്യത്തിൽ ജീവിക്കുന്ന ആ മിശിഹായെയും എഴുതപ്പെട്ട വചനത്തെ കൂടെ കൂട്ടിച്ചേർത്താലാണ് വചനമാവുകയുള്ളൂ. അതായത് അച്ഛൻ മാമോദീസയെ കുറിച്ച് പഠിപ്പിച്ച ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവം മക്കൾക്കെല്ലാം തന്നെ പാപപുണ്യങ്ങളുടെ ഒരു ബന്ധമുണ്ട്. അതായത് ഒരു കുടുംബത്തില് വിശുദ്ധനായാൽ അതിലെല്ലാവരും അഭിമാനിക്കപ്പെടും. ഒരാൾ കള്ളനാണെങ്കിൽ അപമാനിക്കപ്പെടും. അപ്പൊ എന്റെ ഒരു സംശയം ഇതാണ്, ഒരാളുടെ പാപത്തിന്റെ പങ്കാളിത്തം മറ്റ് ആ കുടുംബത്തിലെ ബാക്കി എല്ലാവർക്കും ഒരു പ്രത്യേക അർത്ഥത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പങ്കാളിത്തമായിരിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വിശദീകരിച്ചായിരുന്നു. അതായത് ഒരു മകൻ മോഷണത്തിന്റെ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതിന്റെ അപമാന ഭാരം മറ്റേ ആൾക്കുണ്ടാകുന്ന വിധത്തിലുള്ള പങ്കാളിത്തത്തെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാണ്ട് മറ്റേ ആൾ ഉത്തരവാദി അല്ലാന്നും പറഞ്ഞു. ഇനി ചോദിക്കൂ. അപ്പം ഇപ്പൊ മിശിഹായുടെ ഗാത്രത്തിലുള്ള എല്ലാവർക്കും, ഈ ദൈവമക്കൾക്കെല്ലാം തന്നെയാണ് ഈ പാപപുണ്യങ്ങളുടെ ഒരു ബന്ധമുള്ളത്. ഉത്തരവാദിത്വമല്ല, ആ ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തിരുസഭ എന്ന ഗാത്രത്തിലെ ഒരാൾ വിശുദ്ധനായാല് ആ തിരുസഭയിലെ മക്കളായ എല്ലാവർക്കും തന്നെ അതിൽ അഭിമാനിക്കാനായിട്ട് സാധിക്കും. എന്റെ ഒരു സംശയം എന്താന്ന് വെച്ചാല്, ദൈവം മക്കളാകുന്നത് ഈ മാമോദീസായിലൂടെ മാത്രമല്ലേ മിശിഹായുടെ ഗാത്രത്തിലെ? അപ്പൊ അങ്ങനെ മിശിഹായുടെ ഗാത്രത്തിലെ അംഗങ്ങളാകാത്ത മറ്റ് ആളുകൾ ചെയ്യുന്ന ആ പാപപുണ്യങ്ങൾക്ക് നമുക്കൊരു ബന്ധമുണ്ടോ എന്നുള്ളത്. രണ്ടർത്ഥങ്ങളിലാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വൈഡറായിട്ട്, വളരെ ജനറൽ ആയിട്ട് എല്ലാവരും ദൈവമക്കൾ എന്ന് വേണേൽ പറയാം. കാരണം ദൈവമാണ് അവരെല്ലാവരെയും സൃഷ്ടിക്കുന്നത്, സൃഷ്ടിയുടെ അർത്ഥത്തിൽ. നമ്മൾ അങ്ങനെ ഒരു പൊതു ദൈവമക്കൾ എന്നതിന്റെ അപ്പുറത്ത് റിയൽ ചിൽഡ്രൻ എന്നോ ദത്തെടുക്കപ്പെട്ട മക്കൾ എന്നോ അല്ലെങ്കിൽ അവകാശികളായി തീർന്ന മക്കൾ എന്നോ ഉള്ള ഉപരി അർത്ഥമാണ് നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ്? ദൈവം നമുക്ക് ദൈവിക ജീവൻ, അത് ഫോർമലായിട്ടും നേരിട്ടും മാമോസിലോട്ട് തരുന്നത് വഴി നമ്മുടെ അപ്പനായി ദൈവം മാറും. എന്ന് വെച്ചാൽ ഒരു ഭൗതിക ജീവൻ ഒരു കുഞ്ഞിന് കൊടുക്കുമ്പം ആ മനുഷ്യൻ ആ കുഞ്ഞിന്റെ അപ്പനായി മാറുന്നത് പോലെ ലിറ്ററലായിട്ടും മാമോസ സ്വീകരിക്കുമ്പോൾ ഒരാൾ ദൈവത്തിന്റെ കുഞ്ഞായി മാറുകയും ദൈവം അയാളുടെ പിതാവായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ദൈവമക്കളാണെന്ന് പറഞ്ഞാൽ വളരെ സവിശേഷമായ അർത്ഥത്തിലാണ്. മറ്റത് കുറച്ചുകൂടെ ആലങ്കാരികമാണ്. നമ്മളെല്ലാവരും ഭാരതത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു കുറെ കൂടെ ഡെക്കറേറ്റഡ് മീനിങ് ആണ്. ഇനി ചോദ്യം ഇതാണ്. അപ്പൊ അങ്ങനെയാണ് വിശുദ്ധരുടെ നന്മകൾക്ക് നമുക്ക് പങ്കാളിത്തമുണ്ട്. അത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതും പറഞ്ഞു. അത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള ആളുകളുടെ കാര്യം എന്താണ്? ബാക്കിയുള്ള ആളുകളുടെ കാര്യം കുറച്ചുകൂടെ ഒരു അകന്ന അർത്ഥത്തിലാണ്, വളരെ അകന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യർ തിന്മ ചെയ്താൽ നമ്മളെ അതെങ്ങനെ സ്വാധീനിക്കുമെന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്, അല്ലെ? ആണോ? അതെ. മറ്റു മനുഷ്യർ, ഇപ്പം ഈശോയെ അറിയാത്ത ആളുകൾ ചെയ്യുന്ന പാപഭാരത്തിന് നമുക്ക് പങ്കാളിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ വംശം എന്നുള്ള അർത്ഥത്തിൽ പങ്കാളിത്തമുണ്ട്. കാരണം ദൈവം നമുക്ക് പ്രത്യേകമായ ഒരു പുത്രത്വം തന്നിട്ടുണ്ട് തൻ്റെ പുത്രന്റെ കുരിശുമരണ വഴി. എങ്കിലും അതിനു മുമ്പ് അവരുമായി നമുക്കൊരു സൃഷ്ടിയുടെ ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ വംശത്തിന്റെ ബന്ധമുണ്ട്. അത് ഏതൊക്കെ തരത്തിലാണ്? ഒന്ന്, നമുക്കും അവർക്കും നൽകപ്പെട്ടിരിക്കുന്ന മനസാക്ഷിയുടെ സ്വരം സെയിമാണ്. അതായത് മോഷ്ടിക്കരുത് എന്ന് നമ്മളോടും അവരോടും പറഞ്ഞിരിക്കുന്നത് ഒരുപോലെയാണ്. കൊല്ലരുത് എന്ന് നമ്മളോടും അവരോടും പറഞ്ഞിരിക്കുന്നതൊക്കെ ഒരുപോലെയാണ്. അപ്പൊ സൃഷ്ടിയുടെ നേച്ചറിൽ മനസാക്ഷിയുടെ സ്വരത്തിലൊക്കെ സെയിമാണ്. അപ്പൊ അതുകൊണ്ട് മനസാക്ഷിയുടെ സ്വരം ഒരുപോലെ ആയിരിക്കെ അവരത് വയലേറ്റ് ചെയ്യുമ്പം അതേ മനസാക്ഷി ഉൾക്കൊള്ളുന്ന നമുക്കും അതിന്റെ ഒരു തരത്തിലുള്ള പങ്കാളിത്തമുണ്ട്. അതാണ് നമ്മളെ അവരെ തിരുത്താൻ കടപ്പെടുത്തുന്നത്. അതുകൊണ്ട് അല്ലെ നമുക്ക് അവരുടെ പാടായി അവർക്ക് എന്നാ പറ്റിയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയാമായിരുന്നു. ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ചില സെക്ടുകളൊക്കെ പറഞ്ഞല്ലോ, ലോകത്തിന്റെ പറ്റി ഞങ്ങൾ മാത്രം സെലക്ടഡ് വേറെ ആൾക്കാർ. അങ്ങനെയല്ല, അവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളുടെ ബന്ധമുണ്ട്.
അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനസാക്ഷി. രണ്ടാമത്തതാണ് ദൈവത്തിന്റെ സൃഷ്ടികൾ എന്നുള്ള അവസ്ഥ. നമ്മളും സൃഷ്ടികളാണ്, അവരും സൃഷ്ടികളാണ്. അപ്പൊ അതുകൊണ്ട് അവരും അതേ ദൈവത്തിന്റെ ഛായ പേർന്ന സൃഷ്ടികളായിരിക്കെ അവർ ആ ഛായയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് നമ്മൾ തന്നെ ചോദ്യം ചെയ്യുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അവരെ തിരുത്താനുള്ള കടമയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കുറച്ചുകൂടി ഡിസ്റ്റന്റ് അർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പങ്കാളികളാക്കും. താങ്ക് യു അച്ഛാ. ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മൂല്യത്തെ കുറിച്ച് അച്ഛൻ സൂചിപ്പിച്ചപ്പോ വിശുദ്ധ കുർബാനയുടെ ആദ്യത്തിൽ കാഴ്ചവെപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം നടത്തിയായിരുന്നു. അപ്പോ ഞങ്ങളിവിടെ വിശ്വാസ പരിശീലനത്തിലെ കുട്ടികളെ ക്ലാസ് വൈസ് ആയിട്ട് ഒഫക്റ്റ് നടത്തുമ്പോൾ ഏറ്റവും ഫ്രണ്ട് വിശുദ്ധ ഗ്രന്ഥം, അതിന്റെ സൈഡിൽ 2 തിരികൾ, ഇത് ഓൾട്ടറിൽ സമർപ്പിക്കുന്നു. അതിന്റെ പിന്നാലെ വരുന്ന കാഴ്ച വസ്തുക്കൾ വേറെ അതിന്റെ സൈഡിലായിട്ട് താഴെ ഓൾട്ടറിലല്ല വയ്ക്കുന്നു. അപ്പൊ അത് വിശുദ്ധ ഗ്രന്ഥത്തെ ഓൾട്ടറിൽ പ്രതിഷ്ഠിക്കുകയും മറ്റേ കാഴ്ച അതിനെ ഫോളോ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനൊരു മൂല്യത്തിന്റെ പ്രശ്നം ഒരു കുഴപ്പമില്ല. അത് പ്രദർശനത്തെ നയിക്കുന്നതാണത്. അതായത് വിശുദ്ധ ഗ്രന്ഥവും അതിനെ ആദരവോടെ 2 തിരികളും അപ്പുറത്ത് പിടിച്ച് കൊണ്ടുപോകുന്നതാണ്. അത് പ്രദക്ഷിണത്തെ നയിക്കുന്നതാണ്. അതായത് മിശിഹായെ അനുഗമിക്കുന്ന തീർത്ഥാടക സഭയെ സൂചിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു 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 പ്രദക്ഷിണ രൂപമാണത്. പക്ഷെ അത് വിശുദ്ധ ഗ്രന്ഥം പിള്ളേരെ കൊടുത്തിട്ട് അവര് കാഴ്ചവെപ്പുകാരുടെ കൂട്ടത്തിൽ അതായി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഈ വിശുദ്ധ ഗ്രന്ഥം അത് വസ്തുക്കളുടെ ഫ്രണ്ടിലായിട്ടാണ് ഇത് പോകുന്നത്. കാഴ്ചവസ്തുക്കൾ പിന്നാലെ അതിന്റെ ഫ്രണ്ടില് അത് കാഴ്ചവസ്തു സമർപ്പിക്കേണ്ട ഒരാൾ കാഴ്ചവസ്തുവായിട്ട് സമർപ്പിച്ചാൽ കുഴപ്പമാണ്. പകരം പ്രദക്ഷിണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഡീക്കനോ അല്ലെങ്കിൽ പ്രധാനാധ്യാപകനോ അല്ലെങ്കിൽ കാർമ്മികൻ തന്നെയോ അത് സംവഹിക്കുകയും അത് വചന പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നതിനെ കാഴ്ചവെപ്പായിട്ട് കണക്കാക്കരുത്. അതിന്റെ പുറകിൽ നടക്കുന്നത് കാഴ്ചവെപ്പ്, അത് പ്രദക്ഷിണത്തിന്റെ നേതൃത്വം. അങ്ങനെ കണക്കാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അതേസമയം അത് കാഴ്ചവെപ്പായിട്ട് കൊടുത്ത് ആശീർവാദം മേടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ 10 കുട്ടികളെ കാറ്റഗറിസം കുട്ടികളാണ്, അതിനകത്ത് 9 കുട്ടികൾ മറ്റു സാധനവും 10ാമത്തെ കുട്ടി ഇതുമാണെങ്കിൽ അത് പ്രശ്നമാണ്. 10 കുട്ടികൾ മറ്റു കാര്യങ്ങൾ കാഴ്ച സമർപ്പിക്കണം. എന്നാൽ അവരുടെ ക്ലാസ് ടീച്ചർക്ക് വേണമെങ്കിൽ ഇത് സംഭവിച്ചുകൊണ്ട് മുൻപിൽ പോവുകയും ചെയ്യാം. അപ്പൊ ടീച്ചർ കാഴ്ചവസ്തു സമർപ്പിക്കുന്നില്ല. കാഴ്ചവസ്തു സമർപ്പിക്കാൻ ടീച്ചർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഓപ്ഷൻ കണ്ടുപിടിക്കാം. നല്ലത് ഈ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. കുരിശുരൂപം സ്ലീവ പിടിച്ചിട്ട് പോകുന്നതാണല്ലോ കുറച്ചുകൂടെ നല്ലത്. അതേസമയം പ്രതിഷ്ഠ നടത്താൻ നേരത്ത് അങ്ങനെ ചെയ്യുകയും ചെയ്യും. ബൈബിളാണല്ലോ. ഓക്കെ. നിങ്ങൾ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇന്ന് വലിയ ഗഹനമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മൾ കൂടുതൽ പറഞ്ഞത് ഇന്ന് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടപ്പോൾ അവിടെ പറഞ്ഞു, അച്ഛാ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ക്ലാസ് ഭയങ്കര കോംപ്ലക്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു. ഞാനും അതിനെക്കുറിച്ച് കുറച്ച് ആലോചിച്ച്, ശരിയാണല്ലോ, കുറച്ചുകൂടി കൂടുതൽ തിയോളജിക്കൽ ടെക്നിക്കലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു ആലോചന എൻ്റെ ഒരാഴ്ചയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ പറ്റത്തില്ല. എന്നാലും എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, എന്തുമാത്രം സ്നേഹത്തോടെയാണ് അവിടെ ഞങ്ങളോട് സംസാരിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹമാണ് മനുഷ്യാവതാരം ചെയ്ത പുത്രനിലൂടെയും ലിഖിതമായ വചനത്തിലൂടെയും ഞങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങയോട് സംസാരിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാണ്. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്. കർത്താവെ, ഞങ്ങൾ വചനം വായിക്കാനും വചനത്തെ വലിയ ആദരവും ബഹുമാനത്തോടും കൂടെ കാണാനുമൊക്കെയുള്ള കടമ ഞങ്ങൾക്കുണ്ട്. അതുവഴിയാണ് ഞങ്ങൾ ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നത്. അതുവഴിയാണ് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നത്. അതുവഴിയാണ് ദൈവത്താൽ നയിക്കപ്പെടുന്നവരായി ഞങ്ങൾ മാറുന്നത്. കർത്താവെ, ഞങ്ങളുടെ അനേകം ആളുകൾ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരാണ്. സുവിശേഷം പങ്കുവെക്കാനായിട്ടും അത് പകർന്നു കൊടുക്കാനൊക്കെ ആയിട്ട് ജീവിതത്തിൻ്റെ വലിയ പങ്ക് മാറ്റിവെക്കുന്ന, അധ്വാനിക്കുന്ന ആളുകളാണ്. കർത്താവ്, ഞങ്ങളുടെ പ്രബോധനങ്ങളുടെയൊക്കെ കേന്ദ്രം സുവിശേഷത്തിലൂടെ അനാവൃതമായിരിക്കുന്ന മിശിഹായുടെ മുഖമായിരിക്കട്ടെ. സുവിശേഷത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന മിശിഹായെ പകർന്നു കൊടുക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ. ഞങ്ങളുടെ പ്രഘോഷത്തിൻ്റെയൊക്കെ പ്രധാന ഫോക്കസ് എപ്പോഴും നിത്യജീവനും സ്വർഗവും മിശിഹായിലൂടെ അവതരിപ്പിക്കപ്പെട്ടുള്ള രഹസ്യങ്ങളുമാകട്ടെ. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പിറകിൽ മാത്രം നിൽക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ പ്രബോധനത്തെ ക്രമീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടുതൽ ശ്രദ്ധയോടെ വചനം വായിക്കുക എന്നതിനേക്കാൾ ഉപരി വചനത്തെ ഭക്ഷിക്കാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുവഴി ഞങ്ങളുടെ അധരങ്ങളിൽ, ഞങ്ങളുടെ നാവിൽ ആ വചനം തേൻ പോലെ മധുരിക്കുകയും ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും
വലിയ ഊർജം നൽകുകയും ഞങ്ങൾക്ക് വലിയ പ്രതിരോധ ശേഷി ഉണ്ടാവുകയും ഈ ഭൂമിയിൽ തിന്മയെ എതിരിട്ട് ജീവിക്കാനുള്ള ശക്തി ലഭിക്കുകയും ചെയ്യട്ടെ. അതിന് നമ്മെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് വർഷിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നമ്മിലേക്ക് ഒഴുകട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.